നമസ്കാരം, ഞാൻ സുനിത ദേവദാസ്. എല്ലാ മുസ്ലിങ്ങളും എത്നിക്കലി വംശീയമായി ഒന്നാണ്. അവര് പൊളിറ്റിക്കലായിട്ട് സുപ്രീമസി നേടും. അതാണ് പൊളിറ്റിക്കലിസം. സി രവിചന്ദ്രനൊക്കെ ഇതിന്റെ സോഷ്യൽ മീഡിയയിൽ സംഘി ആണ് എന്ന് ഒരു പകുതി ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാ പല നിലപാടുകളിൽ ഇപ്പൊ BJP എടുക്കുന്ന നിലപാടുകളും പുള്ളി എടുക്കുന്നതും പല വിഷയങ്ങളിലും ഒന്നായി പോകുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ ഡിബേറ്റിൽ തന്നെ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, എല്ലാവരും ഇങ്ങോട്ട് കടത്തിവിടും. കമല കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വരെ പറഞ്ഞു അവസാനം. നമ്മൾ നോക്കുമ്പോ കമല കമ്മ്യൂണിസ്റ്റ് അല്ല. ലിബറൽസ് ഒന്നും ആക്ച്വലി കമ്മ്യൂണിസ്റ്റ് അല്ല. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഡോക് ജിമ്മിച്ചൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ ജിമ്മി മാത്യു ആണ്. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് മൈക്രോ സർജനും പ്രൊഫസറും ഒക്കെയാണ്. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് നമ്മളെ പ്ലാസ്റ്റിക് സർജറി പഠിപ്പിക്കാൻ വേണ്ടിയൊന്നും അല്ല, നമ്മളോട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരനായത്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് എന്തുകൊണ്ടാണ് CPIM കാരനായത് എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? അതിന്റെ പുറകിലെ കുറച്ച് രഹസ്യങ്ങൾ, അതിന്റെ പുറകിലെ കുറച്ച് സൈക്കോളജി ഒക്കെ പറയാനാണ്. അപ്പൊ എന്തിനാണ് ഈ പ്ലാസ്റ്റിക് സർജൻ വന്ന് നിങ്ങളോട് സൈക്കോളജി പറയുന്നത് നിങ്ങൾ ഉറപ്പായും ചോദിക്കും. അദ്ദേഹം MA സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാൻ കുറച്ച് സംശയങ്ങളൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയെ കുറിച്ച് നമ്മൾ എന്നും നമ്മുടെ ചാനലിൽ സംസാരിക്കാറുണ്ട്. സോഷ്യലിസ്റ്റായ നെഹ്റു, ഒരു വലത് അല്ലെങ്കിൽ സെൻട്രൽ ലെഫ്റ്റ് എന്നൊക്കെ പറയാവുന്ന കോൺഗ്രസ് പാർട്ടിയിൽ കടുത്ത ഇടത് നിലപാടൊക്കെ ആയി നിൽക്കുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഡോക്ടറെ, ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുകയാണെങ്കിലേ, ലെഫ്റ്റ് പാർട്ടികളിലെയും അതിലെ ആളുകളുടെയും ഒക്കെ ഒരു പ്രഖ്യാപിത നയമായിരുന്നു കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള വലിയ കടുത്ത പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെ. പക്ഷെ ഇപ്പോ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അടക്കം അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞ് ഫോട്ടോ ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ യുദ്ധം നയിക്കുകയാണ്. ഈ രാഹുൽ ഗാന്ധി ശരിക്കും ഇടത്താണോ വലത്താണോ നിൽക്കുന്നത്? നമ്മൾ എന്താണ് ലെഫ്റ്റ്, എന്താണ് റൈറ്റ് എന്നുള്ളതിനെ പറ്റി ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം. എന്താണ് നമ്മൾ റൈറ്റ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്? സുനിതയ്ക്ക് എന്താ തോന്നുന്നത്? റൈറ്റ്, നമ്മുടെ ഇവിടെ റൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ BJP ഒരു റൈറ്റിസ്റ്റ് പാർട്ടിയാണ് അല്ലെ. അതേസമയം ഇപ്പം ഡൊണാൾഡ് ട്രംപ്, പുള്ളിയാണ് റൈറ്റിസ്റ്റ് അമേരിക്കയില്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ഈ നമ്മൾ പറയുന്ന ഒരു ആക്സിസ് ആണ് ലെഫ്റ്റും റൈറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ ലെഫ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പ് ശരിക്കും ലോകം മൊത്തമുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോഗ്രസീവ് ലിബറൽസ് എന്ന് പറയുന്ന ഒരു ആൾക്കാരാണ് ലോകം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അതേസമയം വേറൊരു പ്രബലമായ ഗ്രൂപ്പ് ലെഫ്റ്റിലുണ്ട്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ലെഫ്റ്റ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള മിക്ക ആൾക്കാരും ഒരുതരം ലിബറൽ ലെഫ്റ്റ് ആണ്. ഫ്രഞ്ച് റെവല്യൂഷൻ കഴിഞ്ഞിട്ട് അത് ഒരു റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ആ ഒരു പാർലമെന്റിനകത്ത് നമ്മുടെ കിങ്ങിന്, അതായത് രാജാവിന് വീറ്റോ പവർ കൊടുക്കണോ വേണ്ടേ, ഫുൾ വീറ്റോ പവർ കൊടുക്കണോ വേണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന്റെ സൈഡിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ റിലീജിയന്റെ സൈഡിൽ കുറച്ചുകൂടെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് റൈറ്റ് സൈഡിലേക്ക് മാറിയിരിക്കാനായിട്ട് പ്രസിഡന്റ് പറയുകയും രാജാവിന് ഫുൾ വീറ്റോ പവർ കൊടുക്കരുത്, അതായത് രാജാവിന്റെ പവർ കർട്ടൈൽ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ പിടിച്ച് ലെഫ്റ്റിൽ ഇരിക്കുകയും ചെയ്തു. 1500 പേരുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ഗ്രൂപ്പാണ്. അപ്പൊ അതൊരു സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ ആ ഒരു സംഭവമാണ് ഈ ലെഫ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ആയി മാറി. അപ്പൊ 1500 എത്ര പേര് ലെഫ്റ്റും എത്ര പേര് റൈറ്റും പോയി? അതൊരു ഏകദേശം പകുതി തന്നെ എന്നാണ് എന്റെ ഓർമ്മ. എനിക്ക് എക്സാക്ട് ആയിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായിട്ടാണല്ലോ റെവല്യൂഷൻ വന്നത്, തന്നെ മൊണാർക്കിക്ക് എതിരായിട്ടാണ്. പക്ഷെ അന്നും ആൾക്കാർക്ക് മടിയാണ് ആ രാജാവിനെ കളയാനൊക്കെ ആയിട്ട്. അപ്പൊ ആ ലെഫ്റ്റ് എന്ന് പറയുന്ന, അങ്ങനെയാണ് ഈ ലെഫ്റ്റ് ഇങ്ങനെ വന്നു തുടങ്ങിയത്. പക്ഷെ ശരിക്കും ഈ ലിബറൽ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈ 1920s 1900s അതൊരു എല്ലായിടത്തും ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെമോക്രസിയും ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഇപ്പൊ ഉപയോഗിക്കുന്ന സാധനം അങ്ങനെ തന്നെ വെസ്റ്റിൽ നിന്നൊക്കെ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള ആ ഒരു ട്രഡീഷനിൽ നിന്ന് വന്നതാണ്. ഓഫ്കോഴ്സ് നമ്മുടെ ഇവിടെയും പണ്ട് മുതലേ ഉള്ള ഒരു ചിന്താധാരയാണ്. അതായത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. അത് കുറച്ചൊക്കെ ഇൻഹെറിറ്റഡും കൂടെയാണ്. അതിന്റെ തമാശ അതാണ്. ചില ആൾക്കാർക്ക് ജന്മനാ ചില ടെൻഡൻസി ഉണ്ടാവും കുറച്ചുകൂടെ ഒരു പാരമ്പര്യവാദിയാകാനും ചില പുരോഗമനവാദിയാകാനും. ഉദാഹരണത്തിന് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു പേഴ്സണാലിറ്റി മെട്രിക് ഉണ്ട്. അത് വളരെ കൂടുതലായിട്ട് ആൾക്കാർ യൂഷ്വലി ലിബറൽസ് ആയിരിക്കും, പ്രോഗ്രസീവ് ലിബറൽസ് ആയിരിക്കും.
അതേസമയം ന്യൂറോട്ടിസിസം എന്നൊക്കെ പറയുന്ന ഫാക്ടേഴ്സ് കൂടുതലുള്ള ആൾക്കാർ, ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് കുറവുള്ള ആൾക്കാരെ കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആയിരിക്കും. പിന്നെ ചെറുപ്പകാലത്തുള്ള നമ്മുടെ അപ്ബ്രിങ്ങിങ് എല്ലാം നമ്മൾക്ക് അതിനെ സ്വാധീനിക്കും ഓഫ് കോഴ്സ്. അപ്പൊ അങ്ങനെ പല കാരണങ്ങളുണ്ട് അതിനകത്ത്. പക്ഷെ പണ്ട് മുതലേ ഉള്ള ഒരു ചിന്താധാരയാണ്, രണ്ടൊരു ചിന്താധാരകളാണ് അത്. പക്ഷെ എന്നാൽ പോലും ഇതൊരു നമ്മുടെ ഇപ്പൊ നമുക്കറിയുന്ന ഒരു ലെഫ്റ്റ് ലിബറലിസം എന്ന് പറയുന്ന സാധനമൊക്കെ, ലെഫ്റ്റിസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനം വന്നിട്ട് അധികം നാളായിട്ടില്ല. യൂറോപ്പിലാണ് വന്നത്. അപ്പൊ ആ ലെഫ്റ്റ് എന്ന് പറയുന്നതിന്റെ അതിന്റെ ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ലിബറൽ ആണ് ഞാനിപ്പോ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ലെഫ്റ്റ് വേറൊരു സാധനം ശരിക്കും. അത് അതിന്റെ ഡിഫറൻസ് എന്താന്ന് വെച്ചപ്പോ നമ്മള് അതിൽ തന്നെ ചെറിയൊരു കൺഫ്യൂഷനും ഉണ്ട്. സോഷ്യൽ ലിബറലിസം ഉണ്ട്, എക്കണോമിക് ലിബറലിസം ഉണ്ട്. ഓക്കെ, അവിടെ ഭയങ്കര കൺഫ്യൂഷൻ വരും. അപ്പൊ സോഷ്യലി ലിബറൽ ആയിട്ടുള്ള ആൾക്കാർ എക്കണോമിക്കലി അത്ര ലിബറൽ ആവണമെന്നില്ല. എന്നാലും പൊതുവെ ഈ ലിബറൽസ് അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭയങ്കര വ്യത്യാസം വരും. അതായത് ലിബറൽസിൽ തന്നെ, ലിബറൽ തോട്ട് പ്രോസസ്സിൽ തന്നെ ചില ആൾക്കാർ ഇക്കണോമിക് ലിബറലിസത്തിനെ ഭയങ്കരമായി പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരും. അവര് ചിലപ്പോൾ ലിബർട്ടേറിയൻസ് എന്നൊക്കെ പറയാറുണ്ട്. അവർക്ക് വേറെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അവർ പക്ഷെ പലപ്പോഴും നമ്മുടെ പാരമ്പര്യവാദികളുമായിട്ട് ചേർന്ന് ഇപ്പം അമേരിക്കയിലൊക്കെ വരാറുണ്ട്. അവർക്ക് ആൾട്ട് റൈറ്റ്, ലിബർട്ടേറിയൻ റൈറ്റ് എന്നൊക്കെ പറയും. അവർക്ക് ഈ സാധാരണയുള്ള പാരമ്പര്യവാദികളുടെ പോലെ റിലീജിയനിലേക്കോ ഒരു മമതയൊന്നും ഇല്ല. മറ്റേ നാഷണലിസം അതൊന്നും അവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അവരെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഗവൺമെന്റ് വളരെ കുറച്ചു മതി, എക്കണോമിക് ലിബറലൈസേഷൻ ആണ് വേണ്ടത് എന്ന് പറയുന്നത്. അപ്പൊ പല ആക്സിസ് ഉണ്ട്. അപ്പൊ കൺഫ്യൂഷൻ അടിക്കും. പക്ഷെ പൊതുവെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ, വ്യക്തികളാണ് സഫർ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ വ്യക്തികൾക്കാണ് റൈറ്റ്സ് ഉള്ളത്. അതാണ് മെയിൻ. ആ ഒരു കൺസെപ്റ്റ് അതുവരെ ഒരിടത്തും ഉണ്ടായിരുന്നു. നമ്മുടെ പണ്ടത്തെ ട്രൈബൽ സംഭവങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാല് എങ്ങനെയാണ് പിന്നെ ഞാൻ എല്ലാം ഒത്തിരി ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവും. ഞാൻ ഒരു പോയിന്റ് പറഞ്ഞിട്ട് നിർത്താം. ലിബറലിസത്തിന്റെ ബേസിക് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യക്തി സ്വാതന്ത്ര്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യം ഒന്ന്, വ്യക്തികളിലാണ് റൈറ്റ്സ് ഉള്ളത്, അവർക്ക് ചില അവകാശങ്ങളുണ്ട്. വ്യക്തികളെല്ലാം ഏകദേശം തുല്യരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. അതൊരു നാച്ചുറൽ ഒരു റൈറ്റ്സ് ഉണ്ട് അവർക്ക്, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് എല്ലാവർക്കും ഒരുപോലെ. അതിനെ നമ്മള് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു സാധനം, എല്ലാവർക്കും തുല്യമായിരിക്കും. പിന്നെ അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഡെമോക്രസി. ഒരാൾക്ക് ഒരു വോട്ടിന് അർഹതയുണ്ട്, എല്ലാവരും കൂടെ ചേർന്ന് വേണം ലീഡറിനെ തെരഞ്ഞെടുക്കാൻ. അങ്ങനെ ലിബറൽ ഡെമോക്രസി വരും. അപ്പൊ ലിബറലിസത്തിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ലിബറൽ ഡെമോക്രസി. അതേസമയം ഇപ്പൊ ലിബറൽ ഡെമോക്രസിയിൽ മാത്രമൊന്നും അല്ല ലിബറൽ ആയിട്ടുള്ളത്. ഉദാഹരണത്തിന് ദുബായ് കുറെയൊക്കെ ലിബറലാണ്. അതേസമയം അഫ്ഗാനിസ്ഥാൻ ഒട്ടും ലിബറൽ അല്ല. എന്നാൽ രണ്ടും അതോറിറ്റേറിയൻ ഗവൺമെന്റ് ആണ്, രണ്ടും ഡെമോക്രസികളാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഏകദേശം ഒരു കണക്ക്. അതേസമയം നമ്മൾ ഇപ്പോഴുള്ള നമ്മുടെ ഈ ലിബറൽ ഡെമോക്രസിയെ, നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഇന്ത്യയിലെ ലിബറൽ ഡെമോക്രസി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെസ്റ്റ് മൊത്തം ഇപ്പൊ ലിബറൽ ഡെമോക്രസികളാണ്. അപ്പൊ പക്ഷേ എക്സെപ്റ്റ് ചില കൺട്രീസ്. ഓക്കെ, അപ്പം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് അതിൽ പെടത്തില്ല. ആ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന സമയത്ത് അവർ ലിബറൽ എന്ന് പറയാൻ പറ്റില്ല അവര്. പക്ഷെ അവരെ നമ്മൾ ലെഫ്റ്റിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള മിക്ക ആൾക്കാരും പ്രോഗ്രസീവ് ലിബറൽസ് ആയിരിക്കാം. പക്ഷെ അവരുടെ ടോപ്പിലുള്ള ആൾക്കാർ കുറച്ചുകൂടി ഒരു തരം കമ്മ്യൂണിസ്റ്റ്, ഒരു ട്രഡീഷണൽ കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ. അവർ തമ്മിൽ ചെറിയ വ്യത്യാസം. പക്ഷെ നമ്മളൊരു സ്ഥലത്ത്, ഇപ്പം USSR പോലെ ഒരു സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ലിബറൽസ് അടിച്ചമർത്തപ്പെടും. കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ മെയിൻ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കി കഴിഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം ആൻഡ് വ്യക്തികളുടെ റൈറ്റ്സ് അല്ല അവരുടെ മെയിൻ കാര്യം. അപ്പൊ നമ്മളിപ്പോ കുറെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു, ലിബറൽസിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു. ഞാൻ വീണ്ടും ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ വരും. അപ്പൊ രാഹുൽ ഗാന്ധിയെ പറ്റി എടുത്താൽ, ശബരിമല വിഷയം വന്നപ്പോ കേരളത്തിലെ കോൺഗ്രസിന് ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ടായിരുന്നു. പക്ഷെ രാഹുൽ ഗാന്ധി സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ്. ഇപ്പൊ കർഷക സമരങ്ങൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു.
അതുപോലെ 2013 കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി പെട്ടെന്ന് അവിടെ വന്നിട്ട് ഒരു പേപ്പർ കീറിക്കളയുന്നുണ്ട്. UPA സർക്കാർ കൊണ്ടുവന്ന ഒരു ഓർഡിനൻസ് ആയിരുന്നു ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരെ അപ്പം തന്നെ അയോഗ്യരാക്കണം എന്നുള്ളത്. എന്തോ ചരിത്രത്തിന്റെ ആവർത്തനം പോലെ 10 കൊല്ലം കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി അതേ ഓർഡിനൻസിന്റെ പേരിൽ അയോഗ്യനാക്കപ്പെട്ടു. അപ്പൊ പലപ്പോഴും കോൺഗ്രസ് എടുക്കുന്ന പല നിലപാടുകളിലും രാഹുൽ ഗാന്ധി അതിനൊപ്പം അല്ലാത്തൊരു നിലപാടാണ് കുറച്ചും കൂടെ എടുക്കുന്നത്. ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടോ കുറച്ച് സോഷ്യലിസം നാളായിട്ടല്ലേ? കുറച്ച് നാളാ അല്ല നമ്മൾ എപ്പോഴും രാഹുൽ ഗാന്ധി അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഈ അടുത്തായിട്ട് പുള്ളിക്ക് ആണല്ലേ? അധികാരം കിട്ടുന്നതുകൊണ്ടായിരിക്കും ഉം. അത് കൂടുതൽ വിസിബിൾ ആയി ഉം. കാണുന്നു. അപ്പൊ എനിക്ക് ഉം. തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല, ഇപ്പൊ ശബരിമല ഈ വിഷയം എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ റൈറ്റ്സിനെ കുറിച്ചാണല്ലോ അതില് ഒരു നിലപാട് അതെ അതെ വരുന്നത് അതെ അതെ ആളുകളുടെ. ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ റൈറ്റ്സ് നമ്മൾ മുമ്പോട്ട് വെക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഞാൻ നോക്കിയിട്ട് രാഹുൽ ഗാന്ധി ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ മേ ബി ഉം. സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കാരണം പുള്ളിക്ക് ഒരു ലെഫ്റ്റ് ലീനിങ് തിങ്കിങ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ചിലപ്പം ഫ്രണ്ട്സ് കാരണമായിരിക്കാം. ഈ അടുത്ത് തന്നെ കുറെ ആൾക്കാർ പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ കുറെ കൂടെ പുള്ളിയുടെ ഉപദേശകരൊക്കെ കുറച്ചുകൂടെ ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ഉം. ആൾക്കാരാണ് എന്ന് ഉം. തോന്നുന്നു. ഉം. പക്ഷെ കോൺഗ്രസിന് എന്താണ് ഐഡിയോളജി? ഉം. ഞാൻ നോക്കിയിട്ട് കോൺഗ്രസ് ഒരു സെൻട്രിസ്റ്റ് പാർട്ടിയാണ് ഉം. തുടക്കം മുതൽ, അല്ലേ? ഉം. ഉം. അതെ. പക്ഷെ ഞാനിപ്പം നെറ്റിലൊക്കെ ഇങ്ങനെ ഈ കഴിഞ്ഞ പ്രാവശ്യം സെർച്ച് ചെയ്ത് നോക്കി ജസ്റ്റ് കോൺഗ്രസ്. അപ്പൊ കോൺഗ്രസ് ഒരു ലെഫ്റ്റിസ്റ്റ് പാർട്ടി ആണ് എന്ന്, ചെറിയ ലെഫ്റ്റ് സെൻട്രൽ ലെഫ്റ്റ് ആണ് എന്നാണ് ഒത്തിരി ആൾക്കാർ പറയുന്നത്. അതിപ്പോ കാരണം BJP വന്നത് കൊണ്ടായിരിക്കില്ലേ? അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ ഒരു സ്പെക്ട്രമാണ്. അപ്പൊ ഉം. കൂടുതൽ ആൾക്കാരും അതിന്റെ മിഡിലൊക്കെ ആയിരിക്കും, അല്ലെ? അല്ലാണ്ട് ഉം. എക്സ്ട്രീം ആൾക്കാർ കുറവായിരിക്കും. അപ്പൊ എക്സ്ട്രീം ആൾക്കാർ പോകുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ കാരണമൊക്കെ പല കാരണങ്ങൾ കൊണ്ടും എക്സ്ട്രീംസിലേക്ക് പോകുന്നുണ്ട് ആൾക്കാർ. ഉം. പക്ഷെ കൂടുതൽ ആൾക്കാർ സെൻട്രലായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റ് ഓഫ് സെന്റർ ആയിരിക്കാം, റൈറ്റ് ഓഫ് ഉം. സെന്ററിലായിരിക്കും. പക്ഷെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പല ഉം. സമയത്ത്. അതാണ് എങ്ങനെ നമുക്ക് വിഷയങ്ങൾ വരുന്നതിനനുസരിച്ചോ നിലപാടുകൾ എടുക്കുന്നത്? വിഷയ അതോ കാലങ്ങൾ വിഷയങ്ങളനുസരിച്ച് വരും. മാറുന്നതിനനുസരിച്ചോ? കാലങ്ങൾ മാറുന്നതിനനുസരിച്ചാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ. വലിയ കാലങ്ങൾ 10-20 കൊല്ലങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ഈ ഷിഫ്റ്റ് വരും. ഇതിന് പല പല കാരണങ്ങളും ഉണ്ടാകാം. ഉദാഹരണത്തിന് നെഹ്റുവിന്റെ സമയത്ത് കോൺഗ്രസ് ഒരു സെൻട്രൽ ലെഫ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കും എന്നാ എനിക്ക് പക്ഷെ തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നെഹ്റുവിന്റെ കാലത്ത് നെഹ്റു സോഷ്യലിസ്റ്റ് ആയിരുന്നു. പക്ഷെ നെഹ്റു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഭയങ്കര ആയിരുന്നു. ഒരു വലത് പാർട്ടി തന്നെയായി നിൽക്കുകയായിരുന്നു. എന്നിട്ട് കറക്റ്റ് എനിക്ക് ആ ആണ്. ഷിഫ്റ്റ് കറക്റ്റ് ആണ്. തോന്നുന്നത് യു ആർ പിന്നീട് റൈറ്റ്. കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പൊ BJP ഇത്ര വിസിബിളും സ്മാർട്ടും അല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് തന്നെയായിരുന്നു വലത് പാർട്ടിയായിട്ട് നിന്നത്. അതെ. പക്ഷെ പിന്നീട് ഈ മണ്ഡൽ കമ്മീഷൻ അങ്ങനെയൊക്കെ ചില വിഷയങ്ങൾ വരുമ്പോൾ കോൺഗ്രസ് അതിൽ ചില സ്ട്രോങ് ആയ നിലപാടെടുത്തിട്ട് കോൺഗ്രസിനെ BJP തള്ളി നിങ്ങൾ ഇപ്പുറത്താണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറ്റുകയും ആ വലത് സ്ഥലത്ത് BJP വന്ന് നിൽക്കുകയും ചെയ്യാണല്ലോ. അപ്പോഴല്ലേ കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഷിഫ്റ്റ് ആ സ്പെക്ട്രത്തിന്റെ കുറച്ച് ഇങ്ങോട്ട് വരുന്നത് അപ്പോഴാണെന്നാണ് എന്റെ ഒരു തോന്നല്. അങ്ങനെയാണോ? ശരിയായിരിക്കാം, ശരിയായിരിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നെഹ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആളായിരുന്നു. ഉം. അപ്പൊ അദ്ദേഹത്തിന്റെ 3 പ്രാവശ്യം പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. നെഹ്റു വാസ് എ വെരി ബിഗ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ. ഉം. നെഹ്റുവിനെ ഒരാളും എതിർക്കാനുണ്ടായിട്ടില്ല. സർദാർ പട്ടേൽ, ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ സർദാർ പട്ടേലും നെഹ്റുവും തമ്മിൽ അങ്ങനെ ഭയങ്കര അടിയൊന്നും ആയിരുന്നില്ല. അവര് തമ്മിൽ വളരെ ചെറിയ കാര്യങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അടുക്ക മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നെഹ്റുവിയൻ മാത്രമേ ഉള്ളൂ. സോഷ്യലിസ്റ്റ് എന്നുള്ളത് ഇപ്പൊ അഭിമാനത്തോടു കൂടി കുറച്ച് കോൺഗ്രസ്സുകാർ പറയുന്നില്ലേ? ഓ, അതിപ്പോ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റുവിയൻ സോഷ്യലിസം ഇപ്പോഴത്തെ കാലത്ത് വർക്കൗട്ട് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പേഴ്സണൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല അത്രയ്ക്കധികം. കാരണം എന്താണെന്നറിയോ, അത് നെഹ്റു ശരിക്കും പറഞ്ഞാൽ രാമേന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി ഒക്കെ വായിക്കണം. അതിലൊക്കെയാണ് അങ്ങനത്തെ ബുക്സ് ഞാൻ പറഞ്ഞത്, മെയിൻ സ്ട്രീം ബുക്സ്, ഹിസ്റ്റോറിക്കൽ ബുക്സിനെയാണ് ഞാൻ ചെയ്യുന്നത്. ഉം. ഇപ്പൊ രാമേന്ദ്ര ഗുഹ ലെഫ്റ്റിസ്റ്റ് ആണെന്ന് പറയുന്ന കുറെ ആൾക്കാർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 25-30 കൊല്ലം മുമ്പ് രാമേന്ദ്ര ഗുഹ ഒക്കെ ലെഫ്റ്റിസ്റ്റ് ഒരിക്കലും അല്ല, ഒരു സെൻട്രിസ്റ്റ് ഹിസ്റ്റോറിയൻ എന്നേ പറയാൻ പറ്റൂ. കൂടി നല്ല സോഴ്സസ് ഒക്കെ പറഞ്ഞ ഹിസ്റ്റോറിയൻ. പക്ഷെ ഇപ്പം രാമേന്ദ്ര ഗുഹയും റോമില താപ്പറും ഒക്കെ ലെഫ്റ്റ് ആയി. ലെഫ്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതെന്തുകൊണ്ടാണ്? അത് ആ സെന്റർ ഇങ്ങനെ റൈറ്റിലോട്ട് പോയതുകൊണ്ടാണ് എന്നാണ് എനിക്ക് അതെ തോന്നുന്നത്. അതെ 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 എനിക്കും അങ്ങനെയാ അതെ തോന്നുന്നത്. അല്ലേ? അതെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതെ. അപ്പൊ പലരും ഞാനിപ്പോ സംസാരിക്കും പറയായിരുന്നു രാമേന്ദ്ര ഗുഹ ഒക്കെ ഫുൾ ലെഫ്റ്റിസ്റ്റ് ആണ്, ടോംല താപ്പർ ഭയങ്കര ലെഫ്റ്റിസ്റ്റ് ആണ്, റാഡിക്കൽ ലെഫ്റ്റിസ്റ്റ് ആണ്. ആക്ച്വലി അവരുടെ ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് അവർ ലെഫ്റ്റിസ്റ്റ് ഒന്നും അല്ല, അവർ വളരെ സെൻട്രിസ്റ്റ് ആണ്. പല പല കാര്യങ്ങളുടെ എല്ലാ സൈഡും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ രാമേന്ദ്ര ഗുഹയൊക്കെ നെഹ്റുവിനെ പറ്റിയ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് നെഹ്റു അന്ന് കുറച്ചുകൂടെ ലെഫ്റ്റിസ്റ്റ് ആയി. നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇമ്പീരിയലിസം കത്തി നിൽക്കുകയാണല്ലോ. ഉം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇമ്പീരിയലിസത്തിന് നമ്മൾ പുറത്തു വന്നതേ ഉള്ളൂ. ഉം. അപ്പോ പല പല ഐഡിയോളജികൾ ലോകത്ത് ഇങ്ങനെ
നടമാടിക്കൊണ്ടിരിക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ ആണെങ്കിൽ 1919 തൊട്ടേ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് വളർന്നു വരുന്നു. ഭയങ്കര സ്ട്രോങ്. അമേരിക്കയ്ക്കൊക്കെ ഈ യൂറോപ്യൻ കൺട്രീസിനൊക്കെ ഒരു ബദലായിട്ട് സോവിയറ്റ് ബ്ലോക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്. മാത്രമല്ല സ്റ്റാലിൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും സ്റ്റാലിന്റെ ഭരണം കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ആ സ്റ്റാലിനിസ്റ്റ് റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഐഡിയൽ ഒന്നും അല്ല, അതിനകത്ത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാവുന്നത് വളരെ പിന്നെയാണ്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? സോഷ്യലിസം അല്ല, കമ്മ്യൂണിസം, ബേസിക്കലി ലെനിനിസം, ട്രോട്സ്കിസം പോലെയുള്ള സാധനങ്ങളുള്ള ആ ഒരു സോവിയറ്റ് യൂണിയന്റെ ആ ഒരു സ്ട്രക്ചറാണ് ഇതിനൊരു ബദൽ. അതായത് ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്ന അത്. പക്ഷേ അന്നത്തെ ലെഫ്റ്റിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റ് ലെഫ്റ്റ് പറയുന്നത് മുതലാളിത്ത സാമ്രാജ്യത്വമായ ഒരു സാധനം എന്നാണ്. അല്ലാണ്ട് അതിന് ഒരു പോസിറ്റീവും അവർ കണ്ടിരുന്നില്ല. മനസ്സിലായോ? അപ്പൊ അന്നത്തെ ഈ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സ്, ചരിത്രപരമായ എഴുത്തുകൾ എല്ലാം അങ്ങനെയാണ്. അപ്പൊ അത് നെഹ്റുവിനെയൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ നെഹ്റുവിനെ മാത്രമല്ല, ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ അതിനോട് ഇൻഫ്ലുവൻസ് ആവുന്നുള്ളതാണ് സത്യം. ഇപ്പൊ നമ്മളൊക്കെ അന്ന് നെഹ്റുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ വായിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ അന്ന് എന്തായാലും കമ്മ്യൂണിസം ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു സാധനമാണെന്നും ഈ സാമ്രാജ്യത്തിനൊക്കെ ഒരു ബദലാണെന്നും ഇന്ത്യ പോലെ ഒരു സാമ്രാജ്യത്തിൽ നിന്ന് മുക്തമായ ഒരു രാജ്യത്തിന് ഡെഫിനറ്റ് ആയിട്ടും അതിൽ നിന്ന് കോപ്പി ചെയ്യുന്ന പല സാധനങ്ങളും ഉണ്ട് എന്ന് എന്തായാലും ഒരാൾ വിചാരിച്ചേ. അത് തന്നെയാണ് നെഹ്റു വിചാരിച്ചുള്ളൂ. ചൈനയും ഏകദേശം അതേപോലെ തന്നെ പൊങ്ങി വരും. അപ്പൊ ഈ സോവിയറ്റ് യൂണിയനും ബാക്കി എല്ലാവരും കൂടെ നല്ലൊരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. എന്നാൽ അതിൽ നിന്ന് ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ നെഹ്റു അന്നത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കാരെ എടുക്കുകയും ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷനായി, ലിബറൽ ഡെമോക്രസി ആയി, എല്ലാമായി. പക്ഷെ അതിനകത്ത് ഈ സ്റ്റേറ്റിന്റെ കൺട്രോള്, എക്കണോമിക് കൺട്രോൾ സ്റ്റേറ്റിനകത്ത് നന്നായിട്ടുണ്ട്. എന്നാലേ നമുക്ക് ഈക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് നെഹ്റു വളരെ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു. പക്ഷെ അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുമോ? കാരണം നമ്മുടെ ഈ പല ലിബറൽ ഡെമോക്രസി എത്രയോ കൊല്ലം കൊണ്ടുണ്ടായ ഒരു ബേസാണ് ആ ഈക്വാലിറ്റിയും ആ ഒരു മൂല്യ സംഭവം ഉണ്ടായത്. അതേസമയം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ഫ്യൂഡൽ രാജ്യമായിരുന്നു. അത് പല കാരണങ്ങൾ പറയാം. നമ്മൾ സാമ്രാജ്യത്വം കൊണ്ടാണെന്ന് പറയാം, ബ്രിട്ടീഷുകാർ നമ്മളെ ഒപ്രസ് ചെയ്ത് വെച്ചത് കൊണ്ടാണെന്ന് പറയാം, ബ്രിട്ടീഷുകാർ നമ്മളെ മോശമാക്കി വെച്ച് അവരുടെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമുക്ക് വളരാൻ പറ്റാത്തതാണെന്ന് പറയാം. എന്തൊക്കെയായാലും ഇന്ത്യ ഒരിക്കലും ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഡെമോക്രസിക്ക് പറ്റിയ ഒരു വിളനിലമായിരുന്നില്ല. കാരണം തീരെ ഈക്വാലിറ്റി ഇല്ല. ഒരാൾക്ക് ഒരു വോട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈസി ആയിട്ട് ഡെമോക്രസിയെ നമുക്ക് സബ്വേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവിടെ ഇനീക്വാലിറ്റിയും പ്രശ്നങ്ങളും, ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഫ്യൂഡൽ ലോട്ട്സ്, കുറെ ആൾക്കാർക്ക് കാശുണ്ട്, കുറെ ആൾക്കാർക്ക് കാശില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റുവിന്റെ തരത്തിലുള്ള ആ ഒരു സാധനം അത് ടോപ്പിൽ നിന്ന് ഈക്വാലിറ്റി കുറച്ചുകൂടെ ഫോഴ്സ്ഫുൾ ആയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ ഇൻഡസ്ട്രിയും എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ അന്നത്തെ ഇൻഡസ്ട്രീസും ടാറ്റ അങ്ങനത്തെ വലിയ കുറെ കോൺഗ്ലോമറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവരൊക്കെ തന്നെ ആണെങ്കിൽ നെഹ്റുവിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത് ആക്ച്വലി സ്പീക്കിംഗ്. അപ്പൊ they were not ready to take on competition from the rest of the world. അല്ലാണ്ട് അവിടെ നമ്മുടെ ഇവിടുത്തെ എക്കണോമിക് ആൾക്കാർ ഈ എക്കണോമിക് ആയിട്ടുള്ള ലിബറലൈസേഷന് വേണ്ടി വാദിച്ചില്ല എന്നുള്ളതാണ്. ആ നെഹ്റുവിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ കാലത്ത് ഹി വാസ് ജസ്റ്റിഫൈഡ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നെഹ്റു പലതരത്തിൽ ശ്രമിച്ചു ലാൻഡ് റിഫോർമേഷൻ കൊണ്ടുവരാനും ഫ്യൂഡൽ ആയിട്ടുള്ള നമ്മുടെ സ്ട്രക്ചറിനെ അടിച്ച് കുറച്ചുകൂടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അയക്കാനും. പക്ഷെ നെഹ്റു വിജയിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയിച്ചില്ല. പക്ഷെ ഈ നെഹ്റു സോഷ്യലിസ്റ്റ് ആയിരുന്നെങ്കിൽ, അപ്പൊ സുനിത പറഞ്ഞു വളരെ കറക്റ്റാണ്, നെഹ്റു സോഷ്യലിസ്റ്റ് ആണെങ്കിലും ഒരുമാതിരി എല്ലാ കോൺഗ്രസിന്റെ ലീഡേഴ്സും കോൺഗ്രസിന്റെ ടോപ്പ് ടയറും ഒക്കെ നല്ല ഫ്യൂഡൽ ആയിട്ട് തന്നെ തുടർന്നു. ശരിയല്ലേ? അപ്പൊ അതെ, അങ്ങനെ തന്നെയാണ് അത് തോന്നുന്നത്. പിന്നീട് ഈ ഓരോ സംഭവങ്ങൾ വരുമ്പോഴാണല്ലോ സ്പെക്ട്രം തള്ളിപ്പോയി എന്ന് പറഞ്ഞ പോലത്തെ സംഭവങ്ങൾ വരുന്നത്. ഇപ്പൊ അങ്ങനെ പല പല വിഷയങ്ങളിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒരു റൈറ്റിസ്റ്റ്, ഒരു വലത് പാർട്ടി തന്നെ ആയിരുന്നു അന്നേ. എന്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ലോകം മൊത്തം ഉള്ള ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കിയാലും ഒരു വലത് പാർട്ടി തന്നെയായിരുന്നു. അവര് പക്ഷെ ഇപ്പൊ സ്വന്തം അവകാശപ്പെടുന്ന സെൻട്രൽ ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് BJP ഇത്രയും വിസിബിൾ ആയി വന്ന ഭയങ്കര തീവ്ര ദേശീയതയെ കുറിച്ചും ഒക്കെ BJP കൺസർവേറ്റീവ് ആയുള്ള ആശയങ്ങളൊക്കെ കൂടുതൽ പറയുമ്പോൾ
താരതമ്യം ചെയ്യുമ്പോ കോൺഗ്രസ് എവിടെയാന്ന് ചോദിച്ചാൽ അതെ ബി അതെ ജെ പിയുടെ അതെ, കൂടെയല്ലല്ലോ, ലെഫ്റ്റ് ആണ്, ബി ജെ പിയുടെ ലെഫ്റ്റ് തന്നെയാണ്. കൂടെയല്ലല്ലോ അല്ല അല്ല, നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലെഫ്റ്റായി. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ നെഹ്റുവിന്റെ ആ കാലത്തുള്ള ആ ഒരു ഫ്യൂഡൽ നേച്ചർ ഉള്ള പാർട്ടി കുറെ പോയിട്ട് ഇന്ദിരാഗാന്ധിയുടെ സമയത്തൊക്കെ നന്നായിട്ട് തന്നെ ലെഫ്റ്റ് എന്ന് പറയാവുന്ന രീതിയിൽ എക്കണോമിക്കലി ആയി. നമ്മുടെ എക്കണോമിക് അതെങ്ങനെ ഈ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി എങ്ങനെ ലെഫ്റ്റ് ആവും? അല്ല, അതാണ് ഞാൻ പറയാൻ കാരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കലി ഉം, പിന്നെ ഈ ഇന്ദിരാഗാന്ധി ഡെഫിനറ്റ്ലി ആയിട്ടും ഒരു ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിയെ പുഷ് ചെയ്യാനായിട്ട് നോക്കി എന്ന് തന്നെയാണ് എന്റെ ഒരു റീഡിങ്. ഉം. തെറ്റായിരിക്കും. കാരണം ഇന്ദിരാഗാന്ധി അന്ന് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയൊക്കെ ഉണ്ടാക്കിയതാണ്, സമ്മതിച്ചു. പക്ഷെ അന്നൊന്നും ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയായിരുന്നു, പല പല പ്രശ്നങ്ങൾ. അപ്പൊ അതിന്റെ കൂടെ കുറെ ലെഫ്റ്റ് പാർട്ടികളും അവർക്കെതിരായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലൊക്കെ ഉം, ഭയങ്കര സുഡൻ ഉം, പൊളിറ്റിക്സ്, ഉം, ഉം, RSSന്റെ വക വേറെ, ഉം. അങ്ങനെ എല്ലാം കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി ജെനുവിൻലി ബിലീവ് ദാറ്റ് അടിയന്തരാവസ്ഥ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ ഇന്ത്യയുടെ ഡെമോക്രസി മൊത്തം കുളമാവും എന്നാണ് ഒരു ഭാഷ. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഒരു ഓട്ടോക്രാറ്റ് ആയിരുന്നു എന്നുള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരി തന്നെ അത് ഡിസ്മാൻഡിൽ ചെയ്തല്ലോ അടിയന്തരാവസ്ഥ, അധികം താമസിയാതെ തന്നെ. അടിയന്തരാവസ്ഥയെക്കാളും കൂടുതലായിട്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് അവര് കൺസോളിഡേറ്റ് ചെയ്തെടുത്തു അല്ല, പവർ. നമ്മളപ്പോ ഫാസിസ്റ്റ് എന്ന് പറയുന്നത് ആരെയാ? ഫാസിസ്റ്റ് എന്ന് പറയാൻ അല്ല, ഒരു മിനിറ്റ്. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി നമ്മള് ബാങ്ക് നാഷണലൈസേഷൻ ഇതും നമ്മൾ മറക്കരുത്. പിന്നെ ഇൻകം ടാക്സ് ലിമിറ്റ് ഒക്കെ 98% ഒക്കെ ആക്കി. അപ്പം ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ആക്ച്വലി എക്കണോമിക്കലി ഭയങ്കര എക്കണോമിക് ലെഫ്റ്റിസ്റ്റ് ആയി കോൺഗ്രസ്. എക്കണോമിക്കലി പുറമേ ലെഫ്റ്റിസ്റ്റ് ആയി, പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള സോഷ്യൽ ഇൻഇക്വാലിറ്റീസിനെ ഒന്നും അഡ്രസ് ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ ഒരു മിക്സഡ് ആണ്. അപ്പൊ യു ക്യാൻ സേ ദാറ്റ് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രിസ്റ്റ് ആയി എന്ന് പറയാം. ഉം. സെൻട്രിസ്റ്റ് ആണ് കോൺഗ്രസ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അല്ല, അപ്പൊ ഇന്ദിരാഗാന്ധിയൊക്കെ എന്താ നമ്മള് ഇപ്പോ ലെഫ്റ്റ് ആളുകള് ഇപ്പോഴും ഇന്ദിരാഗാന്ധി ഏറ്റവും വലിയ ഫാസിസ്റ്റ് എന്ന് പറയുന്നില്ലേ അടിയന്തരാവസ്ഥയുടെ പേരിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ എക്കണോമിക് ലിബറലിസം ഒക്കെ ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങളിൽ ഭരണമാണെങ്കിലും ആളുകളെ അല്ലെ? അടിച്ച അഭിപ്രായ സ്വാതന്ത്ര്യം ആണെങ്കിലും മീഡിയനെ ആണെങ്കിലും മാധ്യമങ്ങളെയൊക്കെ കൈകാര്യം ചെയ്ത രീതി ഉണ്ടല്ലോ. അല്ല, ഇന്ദിരാഗാന്ധി ഒരു അതോറിറ്റേറിയൻ ലീഡർ തന്നെയായിരുന്നു, ഒരു സംശയമില്ല. ഉം. നെഹ്റു അതേസമയം ഒത്തിരി ആൾക്കാർ നെഹ്റു ഭയങ്കര അതോറിറ്റേറിയൻ ആയിരുന്നു. കാരണം നെഹ്റുവിനെ ഇപ്പോഴത്തെ ഇന്ത്യൻ റൈറ്റ് വിങ്ങിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഉം. നെഹ്റുവാണ് ഏറ്റവും വലിയൊരു വില്ലൻ എല്ലാത്തിലും, അല്ലെ? അതെ അങ്ങനെയാണ് കാണുന്നത്. അതെ അതെ അതെ. ഉം. അങ്ങനെയാണ് കാണുന്നത്. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞാനൊരു 10-20 കൊല്ലം മുമ്പ് പതുക്കെ പതുക്കെ, അത് കഴിഞ്ഞ ഒരു 15 കൊല്ലം മുമ്പൊക്കെയാണെന്ന് തോന്നുന്നു, പതുക്കെ 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 എനിക്ക് തന്നെ ഞാൻ നെഹ്റുവിന്റെ മിക്കവാറും ബുക്സ് ഒക്കെ വായിച്ചിട്ടുള്ള ഉം. ചെറുപ്പകാലത്ത്. ഉം. ഡിസ്കവറി ഓഫ് ഇന്ത്യ ഒക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ സമയത്തൊക്കെ, അത് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഉം. അതൊക്കെ ഇങ്ങനെ കുറെ വായിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം പുള്ളിയുടെ ഒരു വിഷൻ ഒക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമുക്ക്. എന്ന് വെച്ചാൽ അപ്പം നെഹ്റു പക്ഷേ ഇപ്പോഴാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണോ പറഞ്ഞു വന്നേ പണ്ടത്തേക്കാൾ? അങ്ങനെയില്ല. പണ്ടത്തെക്കാളും ഈ രണ്ടാമത്തെ ഞാൻ പിന്നെയും നെഹ്റുവിനെ പറ്റി വായിക്കുമ്പോൾ ഐ ഫീൽ ദാറ്റ് നെഹ്റു വാസ് ബിഗർ ഈവൻ മോർ ഓഫ് എ ബിഗർ ഫിഗർ. അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരു നല്ല ഫിഗർ ആയിട്ടാണ് എനിക്കിപ്പോ അത് നമ്മൾ തോന്നുന്നത്. സത്യം പറഞ്ഞു പിന്നീടുള്ള എന്റെ ഭരണാധികാരികളുമായിട്ട് പേഴ്സണൽ ആയിട്ടുള്ള കമ്പയർ ചെയ്യുമ്പോൾ, സംഭവമാണ്. അല്ല ആൾക്കാര് പിന്നീട് വന്ന ഭരണാധികാരികളുടെ ആ, വിഷനൊക്കെ അതെ അതെ രാജ്യത്തെ കുറിച്ചുള്ള അതെ അത് അതെ കണ്ട്. അതെ 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 അതെ, പിന്നീട് വന്ന ഏത് ഭരണാധികാരി എടുത്തു നോക്കിയാലും അതെ ഹി അതെ വാസ് എ അതെ, ബെറ്റർ ഇത് ശരിയാന്ന് ബെറ്റർ ഇതെനിക്കും ഭരണാധികാരിയാണ്. തോന്നിയിട്ടുണ്ട്. ഒന്ന് കാരണം ആ നെഹ്റു ഇരിക്കുന്ന കാലത്ത്, നെഹ്റുവിന്റെ കാലത്ത് ജീവിച്ചവർക്ക് ഇത് ഭയങ്കര ഒരു സംഭവമാണെന്ന് തോന്നിയില്ല. കാരണം അവർ ആദ്യമായിട്ട് തോന്നിയില്ല. കണ്ട കറക്റ്റ്. പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു. അപ്പൊ എല്ലാവരും നെഹ്റുവിനെ പോലെ ആയിരിക്കും എന്ന് അതെ കരുതിയിരിക്കാം. അതെ, പക്ഷെ പിന്നീട് കറക്റ്റ് വന്ന കറക്റ്റ്. ആരും ആ ബെഞ്ച് മാർക്ക് ക്രോസ് ചെയ്യാതിരുന്നപ്പോഴാണ് ഒരിക്കലും നെഹ്റു ഒരിക്കലും വലിയൊരു. സാധിച്ചിട്ടില്ല എന്ന് അതെ തന്നെയാണ് അതെ എനിക്ക് അതെ സംശയം. അപ്പൊ അതെ അതെ. ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് അദ്ദേഹത്തിനെ പറയുന്നത് വളരെ ശരിയാണ്. പക്ഷെ ഉം. അത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഉം. ഇൻഫ്രാസ്ട്രക്ചർ ഉം. ബേസ് അല്ല. ഉം. ഉം. അത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ആ ഒരു ഉം. സ്ട്രോങ് സെക്കുലർ ബേസ് കൊടുത്ത ഉം. അദ്ദേഹം. ഉം. ഓഫ്കോഴ്സ് അദ്ദേഹം മൈനോറിറ്റീസിനെ പ്രീണിപ്പിക്കാൻ നോക്കി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു ചെറിയ കാര്യങ്ങളിലൊക്കെയാണ് നെഹ്റുവും പട്ടേലും തമ്മിലൊക്കെ ചെറിയ 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 ഉരസലുകൾ ഉണ്ടായിട്ടുള്ളത്. വളരെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത്. പക്ഷെ നമുക്ക് ഈ സൈഡിൽ നിന്ന് പട്ടേലൊക്കെ ആക്ച്വലി സ്പീക്കിംഗ് നല്ലൊരു ഡെമോക്രാറ്റ് ആയിരുന്നു. അല്ലാണ്ട് പുള്ളി ഒരു ഭയങ്കര റൈറ്റ് വിങ്ങർ ആയിരുന്നു അങ്ങനെ നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല.
പക്ഷെ നമ്മൾ പക്ഷെ ഇപ്പൊ ഈ വ്യക്തികളെ കുറിച്ച് ചില പറയുമ്പോഴേ കാര്യങ്ങളിൽ വ്യക്തികളെ കുറിച്ച് നമ്മളിപ്പോ പറയാം, ഓരോ വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവരുടെയൊക്കെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നുണ്ട്. ഇപ്പൊ നെഹ്റു എന്ന് പറയുമ്പോൾ, രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ, പട്ടേൽ എന്ന് പറയുമ്പോൾ, ഇന്ദിരാഗാന്ധി. അപ്പൊ ഈ ഏതെങ്കിലും അതെ, തരം of course. പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ളവരാണോ ലെഫ്റ്റ് ആവുന്നത്, റൈറ്റ് ആവുന്നത്? അതിന് എന്തെങ്കിലും ഇതിന്റെ ഒരു പൊളിറ്റിക്സ് സൈക്കോളജി എന്താണ് പൊളിറ്റിക്സിന്റെ? അത് കുറെ ആൾക്കാർ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പം എംപിറിക്കലായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചില ട്രേറ്റ്സ് ഉള്ള ആൾക്കാർ ഡെഫിനറ്റ് ആയിട്ടും ലെഫ്റ്റിസ്റ്റ് ആവും, ചില ഉം, ട്രേറ്റ്സ് ഉള്ള ആൾക്കാർ ഡെഫിനറ്റ് ആയിട്ട് റൈറ്റിസ്റ്റ് ആവാനും അവർക്കൊരു ടെൻഡൻസി, ഇനി ഉം, യാതൊരു സംശയവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതായത് ഉം, പുതിയ പുതിയ കാര്യങ്ങളോട് ഏഹ്, ഉം, മമത ഉം, ഉള്ള ആൾ. അത് ഉം, പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും മുഖം തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഉം, അങ്ങനെയുള്ള ആൾക്കാർ കൺസർവേറ്റീവ് ആവാനും പാരമ്പര്യവാദികളാവാനും ഒരു റൈറ്റ് വിങ്ങർ ആവാനുള്ള ചാൻസ് ആണ് കൂടുതലായിട്ട്. ഉം, പക്ഷെ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പകയ്ക്കാത്ത, പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ചിലപ്പം പ്രോഗ്രസീവ് ആയിട്ടുള്ള അതാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു സാധനം. പിന്നെ ഉം, ഉള്ളത് ന്യൂറോട്ടിസിസം എന്ന് പറയുന്ന ഒരു സാധനം. ഉം, അതായത് ഉം, പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ, അല്ല പുതിയ കാര്യങ്ങൾ മാത്രമല്ല, സാധാരണ കാര്യങ്ങളായാലും ചെറിയ പെട്ടെന്ന് അപ്സെറ്റ് ആവുകയും ആങ്ഷ്യസ് ആവുകയും ചെയ്യുന്ന ആൾക്കാർ, ഇമോഷണലി കുറച്ചുകൂടെ ആങ്ഷ്യസ് ആവുന്ന ആൾക്കാർ, ഉം, കുറച്ചുകൂടെ ഉത്കണ്ഠയൊക്കെ വരുന്ന ആൾക്കാർ, പെട്ടെന്ന് കാര്യങ്ങൾ വരും. അങ്ങനെയുള്ളവര് കുറച്ച് കൺസർവേറ്റീവ് ആവാനാണ് സാധിച്ചത്. കാരണം ഉം, പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. കാരണം അവര് ഉം, സ്റ്റാറ്റസ് കോയില് ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്, അതാണ് അവരുടെ ഒരു ഉം, എക്സിസ്റ്റൻഷ്യൽ പൊസിഷൻ. അതിനെ പെട്ടെന്ന് മാറ്റുന്നത് നല്ലതല്ല എന്നാണ് അവരുടെ പൊസിഷൻ. അതേസമയം മറ്റുള്ളവർക്ക് അത് ആ ഉത്കണ്ഠയില്ല. പുതിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നേരിടാം എന്ന് വിചാരിക്കുന്നവർ കുറച്ചുകൂടി ഒരുതരം പ്രോഗ്രസീവ് ആവാനും സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, ഉം, പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യവാദികൾ എപ്പോഴും തെറ്റാണ് പല കാര്യത്തിലും. ഉം, എപ്പോഴും ഉം, എപ്പോഴും നമുക്ക് അങ്ങനെ അടച്ചു പറയാൻ പറ്റില്ല. ആഹ് കാരണം ഇപ്പൊ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസ് പോലെ ഒരു സെൻട്രിസ്റ്റ് പാർട്ടികളും വേണം. ഒരു റൈറ്റ് പാർട്ടി, ഒരു ഡെമോക്രസി ആകുമ്പോൾ സെൻട്രൽ റൈറ്റ് പാർട്ടികളും വേണം. ഉം, പക്ഷെ സെൻട്രൽ റൈറ്റ് പാർട്ടികൾ ഒരിക്കലും സെൻട്രൽ റൈറ്റ് പാർട്ടികളിലെ മജോറിറ്റി ആൾക്കാർ തന്നെ ആക്ച്വലി ഫാർ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഒതുക്കുക. അതാണ് യൂറോപ്പിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്രയും നാൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഉം, യൂറോപ്പിലൊക്കെ പലപ്പോഴും റൈറ്റ് വിങ്ങർ പാർട്ടീസ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടീസ് വരുമ്പോഴും ഉം, അതിനകത്തുള്ള ഫാർ റൈറ്റ് എലമെന്റ്സിനെ അവർ എപ്പോഴും മെയിൻ സ്ട്രീം ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരുന്നു, ഉം, അല്ല സപ്രസ് ചെയ്തിരുന്നു. ഉം, അവരെ പൊങ്ങി വരാതിരിക്കാൻ അവർ ഉം, ശ്രദ്ധിച്ചിരുന്നു. ഉദാഹരണത്തിന് നമ്മളിപ്പോ പറയുന്നത് BJP പല പ്രശ്നം, BJP റൈറ്റിസ്റ്റ് പാർട്ടി നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതോറിറ്റേറിയൻ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഡെമോക്രസി തന്നെ ഉം, തകരാറിലാവുമെന്ന് നമുക്കറിയാം. ഉം, പക്ഷെ അതിന് ഏറ്റവും നല്ല ബദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നത് അതിന്റെ ഉള്ളിൽ തന്നെ സെൻട്രൽ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ അത്യാവശ്യം ലിബറൽ ആവുന്നതിലൂടെയാണ്, ഉം. അവരുടെ തന്നെ ഫാർ റൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെയാണ് അതിന് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അത് BJP-യിൽ നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടോ അറിയില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വാജ്പേയിയുടെ കാലത്ത് അത് നടന്നിരുന്നു, ഉം, ഇല്ലേ? ഉം, വാജ്പേയിയുടെ കാലത്ത് നടന്നിരുന്നു. ഉം. കോർ അജണ്ട ആയിട്ടുള്ള പലതും ഫ്രീസറിൽ വെച്ചിട്ട് പക്ഷെ വാജ്പേയി. നേരത്തെ പറഞ്ഞ സപ്രഷൻ തിരിച്ചല്ലേ നടന്നത്? വാജ്പേയിന്റെ ഗ്രൂപ്പ് തന്നെ അല്ലേ ഇവര് സപ്രസ് ചെയ്ത് അതെ, പിന്നീട്? അതെ, അതെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും അത് പല ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് അനുസരിച്ച് ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, അപ്പൊ അല്ലേ? വാജ്പേയിയുടെ പക്ഷെ കാലത്ത് അത് കറക്റ്റ് ഇപ്പോഴത്തെ ആണ്. ഇപ്പൊ LK അദ്വാനി ഭയങ്കര തീവ്ര വലതായി നിൽക്കുകയും രഥയാത്ര നടത്തുകയും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിനെ കുറച്ച് സൈഡിലേക്ക് ഒതുക്കി ഇരുത്താൻ ആ കുറഞ്ഞ കാലഘട്ടത്തിൽ പറ്റി, അധികാരവും കിട്ടി. അതെ, പക്ഷെ പിന്നീട് നമ്മൾ കാണുന്ന അതെ, നേരെ തകിടം മറിഞ്ഞതാണ് കാര്യങ്ങള്, തിരിഞ്ഞു മറിഞ്ഞു. അതെ, അതെ. അത് എനിക്കറിയില്ല, അത് പല പല കാരണങ്ങൾ ഉണ്ടാവും കേട്ടോ. അതിനകത്ത് വേറെ കുറെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. പക്ഷെ നമ്മൾ പറയുന്ന പോലെ എല്ലാം ഞാൻ പറയുന്നത് പക്ഷെ ശരിയാവണമെന്നില്ല. പക്ഷെ അമേരിക്കനെ നമ്മൾ അതിനുശേഷം എന്തൊക്കെ ഭയങ്കര സംഭവിച്ചു? അമേരിക്കയെ കുറിച്ച് നമ്മൾ എങ്ങനെയാ ഇപ്പൊ മലയാളികളെങ്കിലും അറ്റ്ലീസ്റ്റ് പറയാം, അമേരിക്കയിൽ പോയാൽ നമുക്ക് ഭയങ്കര ഫ്രീഡം, അങ്ങനെ എന്ത് വേണേലും നടക്കാം, ഇഷ്ടമുള്ള പോലെ. അമേരിക്കനെ നമ്മൾ അങ്ങനെ ഒരു രാജ്യമായിട്ടല്ലേ മലയാളികളെങ്കിലും കുറച്ച് പേര് കാണുന്നത്. പക്ഷേ ഈ കൺസർവേറ്റീവ് പാർട്ടികളും കൺസർവേറ്റീവ്സും അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കാത്തലിക്സ് ഒക്കെ ഒരുപാട് ജീവിക്കുന്ന അമേരിക്കയൊന്നും അങ്ങനെ ആവുന്നില്ലല്ലോ. ഇപ്പോൾ ഓഷോ അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോൾ അമേരിക്കക്കാർക്ക് ടെൻഷൻ ആയിരുന്നില്ലേ, ഇയാൾ ഇവിടെ വന്ന് എന്തോ അരാജകത്വം ഉണ്ടാക്കും?
അല്ല, അത് അമേരിക്കൻ പൊളിറ്റിക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്സുമായിട്ടൊക്കെ മിറർ ചെയ്ത് പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ ഉം, നാളായിട്ട്, ഉം, 10-15 കൊല്ലമായിട്ട്. അത് എനിക്ക് തോന്നുന്നത് കുറെ നാളുകളായിട്ട്, 10-15 ഉം, കൊല്ലമായിട്ടുണ്ടെങ്കിലും ലോകത്തിലുള്ള എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഉം, ഇങ്ങനെ ഫാർ റൈറ്റ് ആൻഡ് പോപ്പുലിസ്റ്റ് മൂവ്മെന്റ്സ്, പിന്നെ എത്നിക് ആയിട്ടുള്ള എത്നോ പോപ്പുലിസം എന്നാണ് പറയാം. എത്നോ ഉം, പോപ്പുലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശീയമായിട്ടുള്ള പോപ്പുലിസം, ഉം, എത്നോ നാഷണലിസം എന്നൊക്കെ പറയും. അതായത് എത്നോ നാഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇവിടെ പറയില്ല, ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹിന്ദു വംശമാണ് ഉം, ഇന്ത്യയുടെ കാതൽ, ഉം, അല്ലാത്തവരൊക്കെ ഇന്ത്യയുടെ ശത്രു. ഉം, ആ വംശീയമായ നമ്മൾ ആണ് നമ്മുടെ ഇന്ത്യയെ കാക്കണം. ഉം. ഇതാണല്ലോ അവിടുത്തെ ഒരു ഇത്. ഈ സെയിം സാധനമാണ് ട്രംപ് അമേരിക്കയിലും പറയുന്നത്. ഇപ്പൊ ഇസ്രായേലിൽ വംശീയ അത് എവിടെ എത്തി? ആ ഇസ്രായേലുകാരുടെ അതെ ആ അതെ, വാദം എവിടെ ഇസ്രായേല് എത്തി? സെയിം ആണ്. ഇസ്രായേലില് നെതന്യാഹു അതുപോലെ ഉം, തന്നെ ഒരു റൈറ്റ് വിംഗർ ആണ്, എത്നോ നാഷണലിസ്റ്റ് ആണ്. ഉം, ഹംഗറിയിലെ വിക്ടർ ഓർബാൻ, ഉം. എന്തിന് ഹിറ്റ്ലർ. റഷ്യയുടെ വ്ളാദിമിർ പുടിൻ, ഉം, ഉം, ഹിറ്റ്ലർ ഉം, ഹിറ്റ്ലറും എത്നോ ഉം, ഉം, നാഷണലിസ്റ്റ് ഉം, തന്നെയാണ്, ഉം. സംശയമൊന്നുമില്ല. പക്ഷെ എല്ലാവരെയും ഹിറ്റ്ലറുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. കാരണം എല്ലാം ഡിഗ്രീസ് ആണ് അതിനെ നിശ്ചയിക്കുന്നത് ഓരോന്നും. ഓക്കെ, ഉദാഹരണത്തിന് എല്ലാ ലെഫ്റ്റ് വിംഗേഴ്സിനെയും നമുക്ക് സ്റ്റാലിനാണ് ആയിട്ടും അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഉം, അതെല്ലാം ഡിഗ്രീസ് ആണ്. പക്ഷെ ഉം. എന്നാലും ബേസിക് സാധനം സെയിം തന്നെയാണ്. ഉദാഹരണത്തിന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്താണ്? വൈറ്റ്സ്, നമ്മുടെ വൈറ്റ് വെള്ളക്കാരുടെ സുപ്രീമസി. വൈറ്റ് സുപ്രീമസി, വെള്ളക്കാരുടെ അമേരിക്കയാണ്, എത്നിക് അമേരിക്ക is for. ഈ കഴിഞ്ഞ ഡിബേറ്റിൽ തന്നെ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ദേ ആർ കമ്മിങ്, എല്ലാവരും ഇങ്ങോട്ട് കടത്തിവിടും. കമല കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വരെ പറഞ്ഞു അവസാനം. അതെ, അതെ, കമല കമ്മ്യൂണിസ്റ്റ് നമ്മൾ ആണ്. നോക്കുമ്പോ കമല കമ്മ്യൂണിസ്റ്റ് അല്ല. അല്ല അല്ല അല്ല, ലിബറൽസ് ഒന്നും ആക്ച്വലി കമ്മ്യൂണിസ്റ്റ് അല്ല. പക്ഷേ അവരിൽ കമ്മ്യൂണിസ്റ്റ് ആക്ഷൻ, ചില ലിബറൽസിൽ കുറെ ആൾക്കാർ, ലെഫ്റ്റ് ലിബറൽസിൽ കുറെ ആൾക്കാർ ഈ കുറച്ച് സോഷ്യലിസ്റ്റാണ്. ഉം, ഓക്കെ, സോഷ്യൽ ഡെമോക്രാറ്റ്സ് ആണെന്ന് പറയാം. അതായത് സ്റ്റേറ്റ് കുറെയൊക്കെ ഇൻകം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഈക്വാലിറ്റി കൊണ്ടുവരണം. കുറെയൊക്കെ ഉം, നമുക്ക് മൈനോറിറ്റീസിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഉം, ഈ അങ്ങനെ ഒരു സാധനമുണ്ട്. അത് ലിബറലിസത്തിന്റെ ഒരു കാതലായിട്ടുള്ള സാധനമാണ്, ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ ആണ്. അപ്പൊ അതൊരു ലെഫ്റ്റ് മൂല്യമാണ് ശരിക്കും പറഞ്ഞത്. ഉം. ആ ലെഫ്റ്റ് മൂല്യത്തിനെയും ഉയർത്തിപ്പിടിക്കുന്നത് അപ്പൊ തന്നെ ലെഫ്റ്റിസ്റ്റ് ആയിട്ട് കാണാം. ഇപ്പൊ രാഹുൽ ഗാന്ധി മൈനോറിറ്റീസിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ട് അതൊരു ലെഫ്റ്റ് മൂല്യമായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ ദളിത് അതെ, ദളിത് ആക്ടിവിസം ആളുകൾക്ക് പറയുന്നു. വേണ്ടി, പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ഒപ്രസ്ഡ് പിന്നെ ആയ ഇൻകം എല്ലാവർക്കും. റീഡിസ്ട്രിബ്യൂഷന് വേണ്ടി പറയുന്നു. അതെ. രാഹുൽ ഗാന്ധി പല പ്രാവശ്യം ഇൻകം റീഡിസ്ട്രിബ്യൂഷന് വേണ്ടി പറഞ്ഞു, ഇൻഹെറിറ്റൻസ് ടാക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പറഞ്ഞു. അങ്ങനെ കുറെ കോൺട്രവേഴ്സ്യൽ മോദി സംഭവങ്ങൾ അത് ഒരു ചെയ്തിട്ടുണ്ട്. പടി കൂടി കടത്തി രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്ന അവിടെ സോഷ്യലിസം വരും, നിങ്ങളുടെ കെട്ടുതാലി എടുത്ത് കൊടുക്കുന്നുണ്ട് അതെ അതെ മൻമോഹൻ അതെ സിംഗിനെ കോട്ട് ചെയ്ത്. അതെ, അതെ പുള്ളി അതെ അതെ. സോഷ്യലിസ്റ്റ് ആണ് അപ്പൊ എന്നുള്ള രീതിയിലേക്ക് വരെയുള്ള പ്രചാരണം അതെ നടത്തി. അതെ, അപ്പൊ അത് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധി ഒരു എക്സ്ട്രീം ലെഫ്റ്റിസ്റ്റ് ആണ് എന്നുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നത് മൊത്തം ഇവിടുത്തെ റൈറ്റ് ഉം, വിങ്ങേഴ്സ് ആണ്. ഉം, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇപ്പം ഉം, കമ്മ്യൂണിസം കുറെ നാളായിട്ട് ലാസ്റ്റ് ഇലക്ഷനിലെ 2004 മാക്സിമം അവർക്ക് സീറ്റ് ഉം, കിട്ടുക, അല്ലെ ഉം, 53 സീറ്റ്. ഉം. അപ്പൊ അതിനുശേഷം അവർ താഴ്ന്നു ഇങ്ങനെ അവരുടെ ആ ഇൻഫ്ലുവൻസ് കുറഞ്ഞു അല്ല, ഇങ്ങനെ ഒരു വരികയാണ്. വോയിസ് നമുക്ക് ക്ലാസിക് കമ്മ്യൂണിസ്റ്റ് കേൾക്കാതെയായി, ദേശീയ തലത്തിൽ ഒരു വോയിസ് ആയിട്ട് കേൾക്കാതെയായപ്പോ രാഹുലിന്റെ ആയി വോയിസ് പോയി ആയിട്ട് കേൾക്കുന്നത്. കേൾക്കാതായി. പിന്നെ രാഹുലിന്റെ രാഹുലിന്റെ ശബ്ദമാണ് ആയപ്പോ കേൾക്കുന്നത്. പിന്നെ രാഹുലിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പൊ ഈ പ്യുവർ കമ്മ്യൂണിസത്തിനോട് ആൾക്കാർക്ക് താല്പര്യമില്ല എന്ന് റൈറ്റ് വിങ്ങേഴ്സിന് ഒരു വിചാരം. ഉം, ഉം, അപ്പൊ അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയെ ലെഫ്റ്റിസ്റ്റ് ആണ്, മറ്റേതാണ് കമ്മ്യൂണിസമാണ്, കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ പ്രശ്നമാണ്, കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ സാധനം, ഉം. ചൈനയുടെ സാധനം, ആ ഒരു രീതിയിലുള്ള ആ, നറേറ്റീവ് ചൈനയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ എപ്പോഴും എളുപ്പം. രാഹുൽ ഗാന്ധിയുടെ റിലേഷൻഷിപ്പിനെ ഇവര് നിരന്തരം നമ്മളെ അതെ ഓർമ്മിപ്പിക്കുമല്ലോ. അതെ, ഇവർക്ക് ഇദ്ദേഹം കൊടുക്കുന്ന. ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ പോസ്റ്ററിന്റെ ഭാഗമാണ്. ഉം, ശരിക്കും പറഞ്ഞ അതെ അതെ. രാഹുൽ ഗാന്ധി ഭയങ്കര ലെഫ്റ്റ് ആണ് ശരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉം, രാഹുൽ ഗാന്ധിയും സെൻട്രിസ്റ്റ് തന്നെയാണെന്നാണ്. മേ ബി ഒരു ഉം. ചെറിയൊരു സെൻട്രൽ ലെഫ്റ്റ് എന്ന് ആയിരിക്കാം പുള്ളി പേഴ്സണലി. ഇപ്പൊ ഒരു ആധുനിക പക്ഷെ മനുഷ്യനായോണ്ട് ചില മനുഷ്യാവകാശ മൂല്യങ്ങളെ അതെ, കുറിച്ചൊക്കെ കറക്റ്റ് പുള്ളി കറക്റ്റ് കൺസേൺഡ് ആണ്. അതെ അതെ, ഈക്വാലിറ്റി. ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിനെ വെച്ച് നോക്കുമ്പോൾ പുള്ളി കുറച്ചുകൂടി ഒരു പിന്നെ വിദേശ ആധുനികനായതുകൊണ്ട്. വിദ്യാഭ്യാസം നേടിയ അതെ, മനുഷ്യർക്ക് വിദേശ പൊതുവെ ഉണ്ടാവുന്ന വിദ്യാഭ്യാസം. ഒരു ലിബറൽ. കറക്റ്റ് കറക്റ്റ് അത് വേറൊരു ഫാക്ട് ഓഫ് നമ്മൾ സൈക്കോളജിക്കലി നോക്കുമ്പോൾ വേറൊരു ഫാക്ട് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ആണ്. അമേരിക്കയിലും ആണ് സ്റ്റഡീസ് ഒക്കെ നടന്നത്. ഉം, മോർ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ യു ഹാവ്,
ഉം, എഡ്യൂക്കേഷൻ നമ്മൾ കൂടും തോറും യു ആർ ഉം, മച്ച് മോർ ലൈക്ലി ടു ബി എ ലിബറൽ ഉം, ഓർ ഈവൻ എ ലെഫ്റ്റ് ലിബറൽ. ഉം, 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 ഈ മറ്റേ വിദ്യാഭ്യാസം കുറയും തോറും സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് കുറയും തോറും ശരിക്കും പറഞ്ഞു യു ആർ ബിക്കമിങ് റൈറ്റിസ്റ്റ് ഇൻ ഉം, യുഎസ് ആൻഡ് യൂറോപ്പ്. അപ്പൊ ഉം, ശരിക്കും പറഞ്ഞാൽ അവരുടെ തന്നെ സെൽഫ് ഇൻട്രസ്റ്റിന് എതിരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണമെങ്കിൽ പറയാം. സാധാരണഗതിയിൽ ക്ലാസ് താഴുമ്പം, അവരുടെ ഉം, ഇൻകം താഴുമ്പോൾ, സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് താഴുമ്പം, വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലേ? ഉം, ഉം, ലെഫ്റ്റിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, സോ കോൾഡ് ലെഫ്റ്റിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ അവര് ശരിക്കും ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഈ റൈറ്റ് വിങ് പോപ്പുലിസം, എത്നോ പോപ്പുലിസത്തിനെയാണ് അവര് സപ്പോർട്ട് ചെയ്യുന്നത്. ഉം. ശരിക്കും നമ്മുടെ ഇവിടുത്തെ ഈ എലീറ്റ്സ് എന്ന് പറഞ്ഞ് ഇവർ കളിയാക്കുന്ന, റൈറ്റ് വിങ്ങേഴ്സ് എലീറ്റ്സ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ കാശുള്ളവരല്ലേ, ഇന്റലക്ച്വൽ എലീറ്റ്സ് ആണ്. ഉം. വിദ്യാഭ്യാസം ഉള്ളവർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, പോളിസി ഉണ്ടാക്കുന്നവർ, വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർ, എക്കണോമിസ്റ്റുകൾ, എഴുത്തുകാർ, ഇവരൊക്കെ ലെഫ്റ്റിസ്റ്റുകൾ. ബി ജെ പി ഇപ്പോ എളുപ്പത്തിന് അവരൊരു പുതിയ വാക്കുണ്ടാക്കിയല്ലോ, കമ്മി ജിഹാദി എന്ന് ഒരു ലേബലാണ് കമ്മി ജിഹാദി. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ലെഫ്റ്റ് ആയിട്ടുള്ള കുറെ ഇസ്ലാമോ ആളുകൾ, ലെഫ്റ്റ്, പിന്നെ ജിഹാദി എന്ന് പറയുന്നത് അവര് കുറച്ചും കൂടെ റൈറ്റ്സിന് ഇസ്ലാമോ വേണ്ടിയിട്ട്. അല്ല, ഇസ്ലാമോ ലെഫ്റ്റ് ആണ് ഉദ്ദേശിച്ചത്. ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു നറേറ്റീവ് ലോകം മുഴുവൻ ആദ്യമൊക്കെ എനിക്ക് ഈ ഒരു ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചിരുന്നു ഇത് എന്താണ് ഇത്? അത് യാതൊരു തരത്തിലും യോജിക്കാത്തൊരു സാധനം അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഇസ്ലാമിക് കൺട്രീസിലൊക്കെ എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ അവരെപ്പോഴും ജയിലില്ലേ. കാരണം അത് അവരുടെ ഐഡിയോളജി പ്രോപ്പർ തെറ്റാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റൈറ്റ് വിങ് ആണ്. അതൊരു തരം എത്നോ പോപ്പുലിസം തന്നെയാണ്. എത്നോ പോപ്പുലിസം ആണ്. അതായത് എല്ലാ മുസ്ലിങ്ങളും എത്നിക്കലി വംശീയമായി ഒന്നാണ്. അവര് പൊളിറ്റിക്കലായിട്ട് സുപ്രീമസി നേടും. അതാണ് പൊളിറ്റിക്കലിസം. അപ്പൊ അവരത് എത്നോ പോപ്പുലിസമാണ്. പക്ഷെ ആ എത്നോ പോപ്പുലിസത്തിന് ഘടകവിരുദ്ധമാണ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ശരിക്കും. അവര് ആദ്യം പക്ഷേ ലോകം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണെന്ന് നമുക്ക് തോന്നിയാൽ വളരെ ബ്രോഡായിട്ട് ഇവര് തമ്മില് അലൈ ചെയ്യാനുള്ള ഒരു ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അത് മനുഷ്യാവകാശങ്ങളുടെ പേരിൽ മാത്രല്ലേ? മനുഷ്യാവകാശ പേരിൽ മാത്രമല്ല, ഒരു മേജർ കാരണമായിട്ട് ഇറാനിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇറാനില് ഷായെ കഴിഞ്ഞ് വന്ന് ഷായെ പുറത്താക്കുക, ആ ഒരു എന്നിട്ട് ആയത്തുള്ള ഖൊമൈനി വരുന്നതിന് തൊട്ട് മുമ്പ് ഷായെ പുറത്താക്കിയതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരും അതിന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിസ്റ്റുകളും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിന് ഇസ്ലാമിസ്റ്റുകൾ ഭരണത്തിൽ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ സപ്രസ് ചെയ്തു. അതോ അല്ല, ഓക്കെ. അത് നമ്മൾ ഇപ്പൊ ഇന്ത്യയിലെ കമ്മ്യൂണിസം മറ്റതും തമ്മിൽ കമ്പയർ ചെയ്താല് വളരെ ഡിഫറെന്റ് ആയതായുണ്ട് അല്ലേ? അത് ഇപ്പൊ അല്ല, ഇറാനിലെ പക്ഷെ കമ്മ്യൂണിസം. ഐഡിയോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ അതല്ല സുനിത, ഐഡിയോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരുടെ മെയിൻ എനിമി ശത്രു ഒന്നാണ്. അമേരിക്ക ആൻഡ് കമ്മ്യൂണിസ്റ്റുകാരുടെ നോട്ടത്തിലും ഈ ഇസ്ലാമിസ്റ്റുകളുടെ നോട്ടത്തിലും ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയാണ്. ഇസ്ലാമിസ്റ്റുകൾക്ക് അമേരിക്ക എന്തുകൊണ്ടാണ് ശത്രുവായത്? ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകൾക്ക് അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പൊ ഈ എക്കണോമിക് റിഫോം പല കാര്യങ്ങളിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് ഹിസ്റ്റോറിക്കലാണ് അതിന്റെ കാരണങ്ങൾ. നമ്മൾ നോക്കിയാൽ തന്നെ അറിയാമല്ലോ, ഹിസ്റ്റോറിക്കലാണ് അതിന്റെ കാരണം. ചൈന, അമേരിക്ക. അല്ല, ചൈനയല്ല. പക്ഷെ ഈ ഒസാമ ബിൻ ലാദൻ തന്നെ 9/11 മറ്റേ ടവറുകൾ തകർത്തത് അമേരിക്കയുടെ അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്കയാണല്ലോ സിറിയയിലും ഇറാഖിനെ ആക്രമിച്ചു, കീഴടക്കി. അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട്. പാലസ്തീനിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങള് അത് തന്നെ. അത് വേറൊരു വലിയൊരു സംഭവം. അത് ഇസ്രായേലിനെ ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അറബ് സ്റ്റേറ്റ്സിന്റെ നടുക്ക് കൊണ്ടുവന്ന് ഇസ്രായേലിനെ വെച്ചിട്ട് അത് വെച്ച് അവർ കളിക്കുന്നു. അങ്ങനെ പല കാരണങ്ങളും ഹിസ്റ്റോറിക്കലി പല കാരണങ്ങൾ കൊണ്ടും. പിന്നെ അത് മാത്രമല്ല, ലിബറൽ വേൾഡ് ഓർഡർ, ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്ന സാധനത്തിനോട് ഒട്ടും മമതയില്ലാത്ത ആൾക്കാരാണ് ഈ രണ്ട് കമ്മ്യൂണിസ്റ്റുകാരും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റും. അപ്പം ഈ ലോകത്തിന്റെ ഒരു ഡോമിനന്റ് വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിബറൽ ഡെമോക്രസി ആണെന്നുള്ളത് കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം അതിന് ഭയങ്കര എതിരെ. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിന്നെ ആ ഒരു റൈറ്റ് വിങ് ഐഡിയോളജി ലിബറൽ മൂല്യങ്ങളുമായിട്ട് ഒത്തുപോകുന്നതല്ല. രണ്ടും തമ്മിൽ വളരെ കംപ്ലീറ്റ്ലി എഗൻസ്റ്റ് ആണ്. അപ്പൊ ആ ഈ രണ്ട് കാരണങ്ങൾ ഇവരുടെ ഈ രണ്ടുപേരുടെ
കോമൺ ശത്രു എന്ന് പറയുന്നത് അമേരിക്കയും അതിന്റെ സാമ്രാജ്യത്വവും തന്നെയാണ്, ഉം, സംശയം. ഉം, ഉം. അപ്പൊ ശരിയാണ്. അതുകൊണ്ട് ഇവര് തമ്മിൽ നല്ലൊരു അന്തർധാര ഉണ്ടാവാൻ നല്ല ഒരു ഉണ്ട് ഉണ്ട് ഉം, സംശയമൊന്നുമില്ല, പല ഐഡിയോളജിക്കലായിട്ട്. ഉം. അപ്പൊ അതാണ് അങ്ങനെ ഒരു നാറേറ്റീവ് പറയാൻ കഴിയും. പക്ഷെ അത് ഇവിടെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് സംശയം, അറിയില്ല. അല്ല, ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ഇടത് പാർട്ടികളൊന്നും അങ്ങനെ. ഇല്ല, അതാ ഞാൻ പക്ഷെ പറഞ്ഞത്. ഇതുപോലത്തെ പക്ഷെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും കറക്റ്റ് ശബ്ദം ഉയർത്തുകയും ഓഫ് ചെയ്യുമ്പോൾ കോഴ്സ് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും കോമൺ എനിമി ഉണ്ട്. അതെ, ഇവിടുത്തെ കോമൺ എനിമി ഉണ്ട്. അതാണ്, കോമൺ കോമൺ എനിമി എനിമി ഉണ്ടല്ലോ. ഉള്ളത് കൊണ്ട് ഒരേ ചേരിയിൽ കോമൺ നിൽക്കുന്നു. എനിമി ഇപ്പൊ ഉള്ളത് കൊണ്ട് പശുവിന്റെ പേരിലുള്ള കൊല മാത്രമാണ്, അല്ലെങ്കിൽ, അതെ, അതെ, അത്രേ ഉള്ളൂ. കോമൺ എനിമി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു അതെ, 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 തമ്മിലുള്ള ഇത് തമ്മിലുള്ള ഒരു ഇത് വരുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഉം. നമ്മളിപ്പോൾ മലയാളികളാണല്ലോ ഓഡിയൻസ്, അപ്പൊ എനിക്ക് ആദ്യം പറഞ്ഞു വന്നൊരു പോയിന്റിൽ ഇൻട്രസ്റ്റിംഗ് ആയൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ യുക്തിവാദികളിലെ ഒരു വിഭാഗത്തെ നമ്മൾ കുറച്ചു കാലമായിട്ട് നിരന്തരം സംഘപരിവാറുമായിട്ട് ഇവര് ഒത്തുതീർപ്പിലെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ ഒരു റീസൺ പറഞ്ഞാണ് തുടങ്ങിയത്, ഈ എക്കണോമിക് സോഷ്യലിസത്തെ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം ഇതാണ്. അല്ലാതെ അവര് കൺസർവേറ്റീവ് ആയതുകൊണ്ടല്ല. ശരിയാണ്, നമുക്കറിയാം യുക്തിവാദികൾ കൺസർവേറ്റീവ്സ് ഒന്നല്ല. പക്ഷെ ഏതൊക്കെയോ പോയിന്റിൽ ഇവര് അല്ലല്ല, യുക്തിവാദികൾ യോജിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിള് കർഷക സമരം ഉണ്ട് ഉണ്ട്. നടക്കുകയാണ്. അപ്പൊ കർഷക സമരം നടക്കുമ്പോൾ ഒരുവിധം എല്ലാ ലിബറൽ മനുഷ്യരും കർഷകർക്കൊപ്പം നിൽക്കുമ്പോൾ അത്ഭുതകരമായിട്ട് കുറച്ച് യുക്തിവാദികള് അവർക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ യുക്തിവാദികൾക്ക് ഈ മനുഷ്യാവകാശങ്ങളോ അല്ലെങ്കിൽ കർഷകരുടെ വിഷയങ്ങളോ സോഷ്യലിസമോ അതൊന്നും വിഷയാവാതെ അതിനപ്പുറത്തേക്കുള്ള എന്താണ് അവരെ നയിക്കുന്നത്? അല്ലെങ്കിൽ ഇവർക്ക് തീവ്ര വലതുപക്ഷവുമായിട്ട് കുറച്ച് എങ്ങനെയാണ് ഈ ബന്ധം വരുന്നത് ഇടപാടുകൾ എന്നുള്ളത് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ? തോന്നുന്ന രീതിയിൽ ഇപ്പൊ അതിപ്പോ സി അമേരിക്ക രവിചന്ദ്രനൊക്കെ ഇതിന്റെ സോഷ്യൽ മീഡിയയിൽ സംഘി ആണ് എന്ന് ഒരു ആണെന്ന് പകുതി ആളുകൾ ഭയങ്കര നിരന്തരം വിശ്വസിക്കാൻ ഒരാൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വിശ്വാസം തുടങ്ങി. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് എനിക്കറിഞ്ഞൂടാ. നമ്മൾ പറയാ, പല നിലപാടുകളില് ഇപ്പൊ BJP എടുക്കുന്ന നിലപാടുകളും പുള്ളി എടുക്കുന്നതും പല വിഷയങ്ങളിലും ഒന്നായി പോകുന്നത് കൊണ്ടാണ്. അത് ശരിയാണ്, അത് ശരിയാണ്. എനിക്കറിയില്ല, ഇപ്പൊ ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ ആയിട്ട് അവരുടെ മനസ്സിൽ ഉള്ളത് എന്താണ് അങ്ങനെ നമുക്ക് നോക്കാനായിട്ട് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ പറയാൻ ജനറലി പറ്റില്ല. പറഞ്ഞാല് ജനറലി പുറത്തുനിന്ന് നോക്കുമ്പം ഞാൻ കാണുന്നത് ഈ സെയിം സംഭവം അമേരിക്കയിലുള്ള ഞാൻ പറഞ്ഞത് അമേരിക്കയിലും ഈ യൂറോപ്പിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിത്തിൻ എ ഫ്യൂ കേരളത്തില് ഇയേഴ്സ് നമ്മുടെ ഇവിടെയും കേരളത്തിലും എല്ലായിടത്തും അതായത് ലിബറൽ ഡെമോക്രസിയുള്ള എല്ലായിടത്തും ഈ ഐഡിയോളജിക്കൽ വാർ ഉണ്ടാക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ഇത് പലതരത്തിലുള്ള സെയിം തോട്ട് പ്രോസസ്സുകൾ വരുന്നതാവാം, ഡിഫ്യൂഷൻ ആവാം, കൾച്ചറൽ ഡിഫ്യൂഷൻ. എന്തായാലും ലിബർട്ടേറിയൻ റൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കുറെ നാളുകളായിട്ട് കൊണ്ടുവന്നു. അതൊരു ലിബറൽസ് അല്ല ശരിക്കും. അമേരിക്കയിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കൺസർവേറ്റീവ്സ്, ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന കൺസർവേറ്റീവ്സിന്റെ ഒരു ഗ്രൂപ്പും കൂടെ ആൾക്കാരുണ്ട്. ആൾട്ട് റൈറ്റ്, ലിബർട്ടേറിയൻ റൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ട് അവിടെ. ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവിടുത്തെ റൈറ്റ് വിങ്ങേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. ട്രംപിനെ നമുക്ക് പറയാൻ പറ്റില്ല, റൈറ്റ് വിങ്ങേഴ്സിനെ കുറച്ച് സപ്പോർട്ട് ചെയ്യും. അതേസമയം ഈ ലിബറൽസ് എന്ന് പറയുന്ന ഒരു മറ്റേ സൈഡിലാണ്, ലെഫ്റ്റിലേക്ക് നിൽക്കുന്ന ആ സൈഡിലാണ്. ഉദാഹരണത്തിന് ലിബറൽസ് എന്ന് പറയുന്ന ആൾക്കാർ എന്താണ് ഈ ആൾട്ട് റൈറ്റ് ആൻഡ് ലിബർട്ടേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്നോ പോപ്പുലിസത്തിലൊന്നും വിശ്വാസം, അവര് ഒരു എത്നിക് ഇതൊന്നും റിലീജിയനിലൊന്നും അവർക്ക് ഒട്ടും വിശ്വാസം. റിലീജിയനായിട്ട് യാതൊരു മമതയും. അവരുടെ ഒരേ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീഡം. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എടുക്കും. ഇൻഡിവിജ്വൽ ആണ് എല്ലാം. നമ്മൾ ഒരു സ്വാതന്ത്ര്യത്തിനും കൊടുക്കാൻ പാടില്ല. മാത്രമല്ല നമുക്ക് വേറെ ആൾക്കാരെ സംരക്ഷിക്കേണ്ട ബാധ്യത. സ്റ്റേറ്റ് വളരെ കുറച്ച് ഇടപെടാൻ പാടും. മനസ്സിലായി, ഈ പാവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതൊന്നും സ്റ്റേറ്റിന്റെ വലിയ ഉത്തരവാദിത്വം. അതാണ് അവരുടെ. അപ്പൊ അവര് ഈ അടിസ്ഥാന വർഗ മനുഷ്യരെ എങ്ങനെയാ കാണുന്നത്? അടിസ്ഥാന വർഗ മനുഷ്യരെ അവർ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മിടുക്ക് ഉപയോഗിച്ച് വളർന്നു വരട്ടെ. മെരിറ്റോക്രസി, സംവരണത്തിനൊക്കെ വളരെ അത് തന്നെ അവര് അവരുടേതായ കഴിവ് ഉപയോഗിച്ച്. ഇനിയിപ്പോ അവർ വളർന്നു വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് വല്ല പ്രശ്നം ഉണ്ടാവും. അവരെ വളർന്നു വരാൻ നമ്മൾ എൻകറേജ് ചെയ്യണം. അല്ലാണ്ട് അവർക്ക് വെറുതെ കാശ് കൊടുക്കേണ്ട, ആനുകൂല്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ലിബർട്ടേറിയൻ ആൾട്ടർനേറ്റ്. അപ്പൊ അവരുടെ ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്കലി അവർ ഭയങ്കര റൈറ്റ് വിങ്സ്. ഇൻ ദ സെൻസ് അവർ എക്കണോമിക്കലി സ്റ്റേറ്റ് ഇടപെടാൻ പാടില്ല, ഫ്രീ മാർക്കറ്റ്സ്, ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ പാടില്ല, പാവങ്ങളെ നോക്കുന്നു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം. ഇതൊക്കെ സിവിൽ സൊസൈറ്റിക്ക് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ നമുക്ക് ഉത്തരവില്ല. പിന്നെ അവര് തന്നെ പൊങ്ങി വരണം.
അവരെ ശാക്തീകരിച്ച് പൊങ്ങി വരണം എന്നുള്ളതാണ് അവരുടെ ആർഗ്യുമെന്റ്. ഈ സെയിം ആർഗ്യുമെന്റ് ആണ് നമ്മുടെ ഇവിടെയുള്ള രണ്ട് യുക്തിവാദി ഗ്രൂപ്പുകളും ലിബറൽസ് ആണ്. പക്ഷെ അതിനകത്ത് ഒരു ഗ്രൂപ്പില് ലിബർട്ടേറിയൻസ് വളരെയധികം ഉണ്ട്. അവരുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന്റി വോക്കാണ് ഈ ലിബർട്ടേറിയൻസ്. ആന്റി വോക്കാണ്. അതായത് ഫെമിനിസം ഒക്കെ കൊള്ളാം, പക്ഷെ അത് ഈ പറയുന്ന പോലെ ഇത്രയൊന്നും വേണം എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു തരത്തിലുള്ള ഒരു ചിന്ത. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിബറൽസിന്റെ ഇടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിരുന്നു, ലിബർട്ടേറിയൻ ലിബറൽ സ്പ്ലിറ്റ്. ആ ലിബർട്ടേറിയൻ ലിബറൽ അത് എവിടെയാണ് തീവ്ര വലതുപക്ഷമായിട്ട് യോജിക്കുന്ന ആ പോയിന്റ് ഏതാണ്? പോയിന്റ് ഫ്രീ ഇതാണെന്ന് തോന്നുന്നു, എക്കണോമിക്കലി ഉള്ള റൈറ്റിംഗ് ആണ് ആൻഡ് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് അതിന്റെ മെയിൻ, അവിടെയാണ് അതിന്റെ മെയിൻ സംഭവം. നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സംവരണമായിരിക്കും. സംവരണമായിരിക്കും. പിന്നെ കുറെ ട്രാൻസ്ജെൻഡർ ഇഷ്യൂസ് പറയും, ഫെമിനിസം പറയും, ഐഡന്റിറ്റി അല്ല, സംവരണം തന്നെയാന്ന് തോന്നുന്നു അവരുടെ ഒരു പ്രധാന പോയിന്റ് ആയിട്ട് വരുന്നത്. പലതരത്തിലുള്ള സംവരണം, ന്യൂനപക്ഷം, അത് തന്നെ ജാതിയെ പറ്റിയൊക്കെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ന്യൂനപക്ഷ പ്രീണനം. അപ്പൊ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളും ഇപ്പൊ ഇസ്ലാമിസ്റ്റുകളുടെ ആന്റി ഡെമോക്രാറ്റിക് സ്റ്റാൻസുകളെയും ഇസ്ലാമിസ്റ്റുകളെയും ഒരേപോലെ തന്നെ എന്ന് പറയുന്നവരായിരിക്കും ലിബർട്ടേറിയൻസ്. മറ്റേ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ, പക്ഷേ ഹിന്ദുത്വ പൊളിറ്റിക്സും അതിൽ വിശ്വസിക്കുന്ന തീവ്ര വലതുപക്ഷ മനുഷ്യരും ഈ കാര്യങ്ങൾ എതിർക്കുന്ന വേറെ റീസന്റെ പേരിലാണ്, തീവ്ര ദേശീയതയുടെയും ഒക്കെ പേരിലാവുമ്പോ ഇവരതിനെ എതിർക്കുന്നത് മൈനോറിറ്റി, ഇവരിനെതിരെ എതിർക്കുന്നത് ഒരേപോലെ വേണം എന്നുള്ളതാണ്. ഇക്വാലിറ്റി വേണം. ഈ കാര്യത്തിനൊക്കെ നമ്മൾ മറ്റവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അവരെ വിമർശിക്കേണ്ടടുത്ത് അവരെയും വിമർശിക്കും, വിമർശിക്കേണ്ടടുത്ത് ഇവിടെയും വിമർശിക്കും. അതാണ് അവരുടെ കോർ പോളിസി. ശരിക്കും പറയാറുള്ളത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 100% അവരെയും തള്ളിക്കളയാൻ പറ്റൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ലിബറൽസിന് ഒരു സ്വീകാര്യത കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലുള്ള ഒരു പ്രൈം റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റേ സൈഡിലേക്ക് ഒത്തിരി പോകുന്നത്. ഒരാള് ഒരു ഇന്റലക്ച്വൽ എപ്പോഴും ഭയങ്കരമായിട്ട് ഹിന്ദുത്വക്കെതിരായിട്ട് പറയും, ജാതീയതക്കെതിരായിട്ട് പറയും, ഇന്ത്യയെ എപ്പോഴും കുറ്റം പറയും, ഇന്ത്യൻ നാഷണലിസ്റ്റിനെ കുറ്റം പറയും. പക്ഷെ അദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ ഭയങ്കരമായി സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അയാളുടെ വാദത്തിന് ചിലപ്പം കഴമ്പ് മറ്റുള്ളവർക്ക് ആവുന്നില്ല. അയാള് ക്യാൻസൽ ചെയ്യാനും അയാൾ ഈ കാര്യം കൊണ്ട് മാത്രം മാറ്റി നിർത്താൻ നല്ല എളുപ്പമാണ്, അല്ലേ? അപ്പം ദാറ്റ് ഈസ് ഓൾസോ സംതിങ് വി നീഡ് ടു തിങ്ക് അബൌട്ട്. നമ്മൾ ഓട്ടിസത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴാണ് ഈ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയാ. അപ്പൊ അതുപോലെ തന്നെ ഇതൊരു സ്പെക്ട്രം ആണെന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ റൈറ്റ് ലെഫ്റ്റ് ഇതൊക്കെ സംസാരിച്ച് വരുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ കൃത്യമായിട്ട് ഇടത് പാർട്ടികളിലുള്ള എല്ലാ ആളുകളും ഇടത് മനുഷ്യരാണെന്നോ വലത് പാർട്ടികളിലുള്ള എല്ലാവരും വലതാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ എങ്ങനെയാ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്? എങ്ങനെയാ മനുഷ്യരുടെ ഈ ഒരു, എനിക്ക് അത് അറിയാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഇതൊരു ഭയങ്കര കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാനും പറ്റില്ല. ഡോക്ടർ എവിടെയാ പൊസിഷൻ ചെയ്യുന്നേ? ഞാൻ പറയുന്നത് ഞാനൊരു സെൻട്രൽ ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് ലിബറൽ ആണ്. ഇന്ത്യൻ കണ്ടെക്സ്റ്റിൽ സെൻട്രൽ ലെഫ്റ്റ് ലിബറൽ. എന്ന സമയം ഞാൻ എക്സ്ട്രീം ആ ലിബറൽ കൺസെപ്റ്റിലേക്ക് ഞാൻ പോവില്ലായിരുന്നു പല കാര്യങ്ങളും. അങ്ങനെയാണ് ഞാൻ സ്വയം പൊസിഷൻ ചെയ്തത്. പക്ഷെ മറ്റാൾക്കാർ പലതും പറഞ്ഞ പോലെ പലതും പറഞ്ഞു. ഞാൻ അത്ര പ്രോമിനന്റ് പേഴ്സണാലിറ്റി അല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. അല്ല, പക്ഷെ ഒരു യുക്തിവാദിയാണോ അതോ മതവും ഇതൊക്കെ ജീവിതത്തിലുണ്ടോ? ഞാൻ അഗ്നോസ്റ്റിക് ആണ്. അതാ പറഞ്ഞത്. ഞാൻ അഗ്നോസ്റ്റിക് ആണ്. അപ്പൊ അതിൽ തന്നെ എനിക്കൊരു തീവ്ര നിലപാട് എടുക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഐ വുഡ് സേ ദൈവം ഉണ്ടോ ഇല്ലയോ ആർക്കറിയാം, എനിക്കറിയാം എന്താണ് ദൈവം. അതുപോലും നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടി ആണ് എന്റെ പൊസിഷൻ. പക്ഷെ പലപ്പോഴും ഡോക്ടർ കുറേ കാര്യങ്ങളിൽ അവരോട് യോജിക്കുന്ന ഒരാളൊക്കെ തന്നെയാണ് ഈ യുക്തിവാദി കുറെ അല്ലേ അവരുടെ. അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആയിട്ടും എംപിറിക്കലായിട്ടും ലോജിക്കലായിട്ടും തിങ്ക് ചെയ്ത് മാത്രമേ നമുക്ക് സത്യങ്ങളിലേക്ക് എത്താൻ പറ്റൂ. അതായിരിക്കണം സത്യങ്ങളിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഓഫ് കോഴ്സ് അതുകൊണ്ട് നമുക്ക് മൂല്യങ്ങളൊന്നും പറഞ്ഞ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഏത് രാഷ്ട്രീയ സ്പെക്ട്രത്തിൽ നിൽക്കണം, ഈ ഇഷ്യൂവിൽ ആരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ നമുക്ക് എപ്പോഴും സയന്റിഫിക് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതായിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ സയന്റിഫിക് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് എവിടെയാ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള സംശയം വരുന്ന എവിടെയാ?
അല്ല, നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. ഇപ്പൊ ഉം. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഇപ്പം എന്റെ ഈ യുക്തിവാദികളോടുള്ള ഭയങ്കരമായിട്ട് എത്തീസം പക്ഷെ ഞാൻ ഉം. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സയന്റിഫിക്കലി സ്പീക്കിംഗ് എത്തീസ്റ്റുകളാണ് ഉം. കറക്റ്റ്, സയന്റിഫിക്കലി സ്പീക്കിംഗ്. ഉം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കാര്യത്തിനെ പറ്റി ഇപ്പൊ പരമ്പരാഗതമായിട്ട് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റലിജന്റ് ബീയിങ്. ഉം. ഇന്റലിജന്റ് ബീയിങ് നമ്മുടെ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് പരിപാലിക്കും. അതാണല്ലോ ട്രഡീഷണൽ ആയിട്ട് ഉം. സാധനം. ഉം. നമ്മൾ എംപിറിക്കലായിട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധനത്തിന് തെളിവില്ല. ഐ മീൻ എല്ലാവരും സമ്മതിക്കുന്ന തെളിവുകളൊന്നും. എങ്ങനെ എങ്ങനെ ഈ വലിയ ഈ പ്രപഞ്ചം വന്നു, ബിഗ് ബാങ് ഉണ്ടായി, പല പല കോംപ്ലക്സ് സംഭവങ്ങളും സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ വന്നു, കോംപ്ലക്സ് ലോസ് ഉണ്ടായി, മാത്തമാറ്റിക്കൽ ഓർഡർ ഉണ്ട്, ഇവല്യൂഷൻ എന്ന് പറയുന്ന ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വഴി നമ്മളത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെരി വെൽ. പക്ഷെ അമേസിംഗ് പ്രോസസ്സ് വഴി നമ്മുടെ പോലെയുള്ള കോംപ്ലക്സ് ബീയിങ് ഉണ്ടായി, നമുക്ക് ബുദ്ധി ഉണ്ടായി, നമുക്ക് തന്നെ യൂണിവേഴ്സിനെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഇതൊക്കെ ഒരു മിറക്കിൾ തന്നെയാണ്, ഉം. സംശയമൊന്നുമില്ല. അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സയന്റിഫിക്കലായിട്ട് പറ്റുന്നുള്ളൂ, ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരു മിറക്കിൾ അല്ലാതാവും. അതൊരു മിറാക്കുലസ് ആണ്. അപ്പൊ അത് നമ്മുടെ ആരാണെങ്കിലും വണ്ടറടിച്ചു പോകും, ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ട്, എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ എന്ന്, അല്ലേ? അപ്പൊ നമുക്ക് ഇല്ല എന്ന് വിശ്വസിക്കാം, ഉണ്ട് എന്നും വിശ്വസിക്കാം, അറിയില്ല എന്നും വിശ്വസിക്കാം. അപ്പൊ അറിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആസ് ലോങ് ആസ് ഒരു ഇന്റലിജൻസ് സാധനത്തിനും ഔട്ട്സൈഡ് ഇതിനൊക്കെ ഒരു സാധനത്തിനെ പറ്റി തെളിവില്ലാത്തടത്തോളം കാലം സയന്റിഫിക്കലി നമുക്ക് അതിനെപ്പറ്റി മിണ്ടേണ്ട കാര്യമേ ഇല്ല. അതില്ല എന്ന് ഉം. തന്നെയാണ് ഉം. വിശ്വസിക്കുന്നത്. ഉം. അതാണ് ശരിയാണ്. സയന്റിഫിക് പൊസിഷൻ. ഉം. ഉം. അതുകൊണ്ടാണ് എത്തീസ്റ്റുകളുടെ പൊസിഷൻ ഈസ് കറക്റ്റ്. അതെ. അതിന് പിന്നെ സംശയം. പ്ലാസ്റ്റിക് സർജന്റെ കയ്യിൽ കിട്ടിയിട്ട് അതിനെ പറ്റി ഒരു ചോദ്യം ചോദിക്കാത്ത മോശമല്ലേ? അപ്പൊ അപകടങ്ങളൊന്നും പറ്റിയില്ല, പൊള്ള് ആക്സിഡന്റ് ഒന്നും പറ്റിയില്ല. വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു പ്ലാസ്റ്റിക് സർജന്റെ അടുത്ത് വന്നാൽ ഭയങ്കര സുന്ദരിയായിട്ട് പുറത്തിറങ്ങാൻ പറ്റുമോ? ഐശ്വര്യ റായി പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ. അങ്ങനെയൊന്നുമില്ല. പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ഒരു സാധനം കോസ്മെറ്റിക് സർജറിയാണ്. റീകൺസ്ട്രക്റ്റീവ് സർജറി ഉണ്ട്, ഹാൻഡ് സർജറി ഉണ്ട്, മൈക്രോ സർജറി ഉണ്ട്, ക്യാൻസർ റീകൺസ്ട്രക്ഷൻ ഉണ്ട്. അങ്ങനെ പല ഫീൽഡുകളിലുള്ള ഒരു ഇതാണ്. ഞാൻ കൂടുതലും കോസ്മെറ്റിക് സർജറി അധികം ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. ഉം. സർജറി അങ്ങനത്തെ ഏതു ക്യാൻസർ തരം റീകൺസ്ട്രക്ഷൻ. ആളുകൾക്കാണ് ഇത് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത്? പ്ലാസ്റ്റിക് ഡോക്ടർ ചെയ്യുന്ന ഈ പണി, പൊള്ളൽ, ഡെഫിനറ്റ് ആക്സിഡന്റ്. ആക്സിഡന്റുകള്, ക്യാൻസർ ഉള്ളത്, ഉം. ക്യാൻസറുകൾ ഉം. കൊണ്ടുള്ള ഉം. പല പല ഡിഫോമിറ്റി, ബ്രസ്റ്റ് ക്യാൻസറുകൾ, ഉം. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറുകൾ, വേറെ ഉം. സാർക്കോമാസ്, അങ്ങനത്തെ ക്യാൻസർ വരുന്നിട്ട് റീകൺസ്ട്രക്ട് ചെയ്യും. ഉം. ട്രോമ, ഫിംഗേഴ്സ്, ഹാൻഡ് സർജറി, ഉം. അങ്ങനെയുള്ളത്, പിന്നെ പൊള്ളല്, ഇതൊക്കെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ നീതി ആൾക്കാർക്ക് ഉം. ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് സർജറി. ഉം. കുറെ ഫീൽഡ്. പിന്നെ കോസ്മെറ്റിക് സർജറി അത്ര മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നീഡ് ഉണ്ട്. ഉം. മീൻസ് വളരെയധികം ആൾക്കാർക്ക് സ്വന്തം വൈരൂപ്യങ്ങൾ ഉള്ളവരുണ്ടാവും. അപ്പൊ അത് ശരിക്കും കോസ്മെറ്റിക് സർജറി എന്ന് പറയാൻ പറ്റില്ല. ഉം. വൈരൂപ്യങ്ങളുള്ള കറക്റ്റ് ചെയ്യുന്ന കോസ്മെറ്റിക് സർജറി അല്ല, അതൊരു ഉം. ആവശ്യമാണ്. ഉം. പക്ഷെ വൈരൂപ്യം അത്ര വിരൂപത ഇല്ലാത്തവർക്ക് പോലും കൂടുതൽ സൗന്ദര്യം ഉണ്ടാക്കാനായിട്ട് നോക്കുന്നതാണ് ഉം. കോസ്മെറ്റോളജി, കോസ്മെറ്റിക് സർജറി എന്നൊക്കെ പറയും. ഉം. അപ്പൊ അതും നല്ലത് തന്നെയാണ്. പക്ഷെ ഞാൻ അത് അധികം ചെയ്യുന്നില്ല. ഉം. നമ്മൾ ഈ സീരീസിലൊക്കെ കാണുന്നതൊക്കെ കറക്റ്റ് ആണോ? ഇപ്പൊ നമ്മള് പിന്നെ ഗ്രേസ് അനാട്ടമി ഒക്കെ കാണുമ്പോൾ നമുക്ക് കാണാം, ഒരാൾക്ക് പുതിയൊരു ഫേസ് ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് പുറത്തിറങ്ങുമ്പോ പരിചയമുള്ളവർക്ക് പോലും കണ്ടെത്താൻ പറ്റാത്ത വേറെ അത് രൂപമാവും. കുറെയൊക്കെ എക്സാജറേഷൻ ആണ്, കുറെയൊക്കെ എക്സാജറേഷൻ. പക്ഷെ അങ്ങനത്തെ എന്നാലും നമ്മൾ സീരീസുകളൊക്കെ കാണുമോ ഈ മെഡിക്കൽ ബേസ്ഡ്? വല്ലപ്പോഴും കാണുന്നുള്ളൂ. സീരീസുകൾ കുറച്ച് ഞാൻ അവോയ്ഡ് ചെയ്യും. കാരണം കുറെയൊക്കെ പുസ്തകം വായിക്കണം, കുറെ കാര്യങ്ങൾ വായിക്കണം, പിന്നെ സിനിമകളൊക്കെ കാണുന്ന വളരെ ഇതിന് എവിടുന്ന സെലക്റ്റീവ് ആയിട്ട് ഞാൻ ഇതെല്ലാം കൂടെ എങ്ങനെ ബാലൻസ് ചെയ്തു പോകുന്ന? സമയം എങ്ങനെയാ? ഹോസ്പിറ്റലിൽ മാത്രമേ ആ പണി എടുക്കുള്ളൂ? അതെ ആ അതെ. ജോലി ചെയ്യുന്ന അത്ര മാത്രം? ബേസിക്കലി ഞാൻ കുറച്ചൊരു ലിമിറ്റഡ് ആയിട്ടാണ് എന്റെ വർക്കൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ബിസി, അങ്ങനത്തെ ഒരു ബിസിയാണ്, ചെയ്യുമ്പോൾ ബിസിയാണ്. അല്ലാത്ത സമയത്ത് കുറച്ചൊരു ഫ്രീ ടൈം എനിക്ക് വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഉം. നാച്ചുറലായിട്ട് എനിക്ക് വേറെ കുറെ ഇൻട്രസ്റ്റുകൾ ഉള്ളത്. എന്റെ ക്രെഡൻഷ്യലിംഗ് എന്ന് പറഞ്ഞപ്പോൾ സുനിത പറഞ്ഞ പോലെ ഞാൻ പ്ലാസ്റ്റിക് സർജനായി ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, പണ്ട് മുതലേ കുറെ നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ കുറെ എഴുതാറുണ്ട്, കുറെ കഥകൾ എഴുതാറുണ്ട്, പിന്നെ കുറെ സൈക്കോളജി, സോഷ്യൽ കാര്യങ്ങളിലൊക്കെ എഴുതാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് സൈക്കോളജിയിലും ഇൻട്രസ്റ്റ് വന്നതും പിന്നെ പൊതുവായ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് വന്നതും. അപ്പൊ കുറെ ഹിസ്റ്ററിയും ഞാൻ വായിക്കാറുണ്ട്. അപ്പം ഉം. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സൈക്കോളജി ഓഫ് പൊളിറ്റിക്സിന്റെ സൈക്കോളജി, പൊളിറ്റിക്സ്, ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, അതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. ഉം. അതിനേക്കാളും കൂടുതൽ ആ ഡീപ്പായിട്ടുള്ള പൊളിറ്റിക്കൽ സൈക്കോളജി ഒക്കെയാണ് എന്റെ ഒരു ഫീൽഡായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ ജോലി സമയത്ത് ആ പണി, അത് കഴിഞ്ഞാൽ ബാക്കി ഇതുപോലത്തെ ഇൻട്രസ്റ്റുകളുള്ള കാര്യങ്ങളും ഒക്കെ അല്ലേ? കുറച്ച് കാര്യങ്ങൾ ചെയ്യും.
അതാണ് അപ്പൊ ഇപ്പൊ ഞാൻ ഡോക്ടറുടെ ചെയ്യുന്നത്. യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. ഡോക്ടർ സ്ഥിരമായിട്ടൊക്കെ ഒരുപാട് താങ്ക് യു സംസാരിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച്. ഫേസ്ബുക്ക് ഒക്കെ ഫോളോ ചെയ്യാം. ഡോക്ടർ ചിലപ്പോൾ എന്റെ കുറച്ച് ഓഡിയൻസിന് ഡോക്ടർ പുതിയ ആളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതെ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സയൻസ് ബേസ്ഡ് കാര്യങ്ങൾ, എല്ലാത്തിനും ബേസ് ഒരു സയൻസ് ഉണ്ടാവുമായിരിക്കും അല്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും പറയുന്നത്, അതെ അതെ, എക്സ്പ്ലെയിൻ കൂടുതൽ ചെയ്യുന്നത്. അതാണ് പറയുന്നത്. പിന്നെ കുറച്ച് കഥകള്, ലോജിക് സ്വന്തം ഉണ്ടാവും. എക്സ്പീരിയൻസുകള്, കഥ, അങ്ങനെ കഥകള്, കുറച്ച് അനുഭവം. ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉം. എഴുതാൻ. അപ്പൊ താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്.